ഹലോ ഗുഡ് ഈവനിങ് ആൾ എല്ലാവരെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിവിടെ ചില ഇനിഷ്യൽ സെറ്റിംഗ്സ് ചെയ്യുകയാണ്. ചില ആക്ടിവിറ്റീസ് നമ്മൾ മൊബൈലായിരിക്കും കാണുന്നത്, അതുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് കൂടി ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ഓക്കെ, സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. അതേപോലെ സൗണ്ട് ലഭിക്കാനുള്ളൊരു ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് എന്നെ പറ്റി അതേപോലെ തന്നെ ഇന്നത്തെ സെഷനെ പറ്റി രണ്ട് വാക്ക് പറയാം. എൻ്റെ പേര് ജസ്ലി, സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള മേഖലകളിലാണ് ട്രെയിനിങ് ചെയ്യാറുള്ളത്. ഇതിനു മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2016 വരെ ബാംഗ്ലൂരിൽ വിപ്രോ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 2016 മുതൽ 2020 വരെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഓഫ്ലൈൻ ആയിട്ടായിരുന്നു, ഹോട്ടലുകളിൽ വെച്ചായിരുന്നു പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് അങ്ങനെ പല സിറ്റികളിലായിട്ടായിരുന്നു 2020 വരെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ്. ഡിജിറ്റൽ മാഗ്നറ്റ് ട്രെയിനിങ് സെന്റർ എന്ന ട്രെയിനിങ് സെന്റർ ആരംഭിച്ചത് 2016 ഇപ്പം നമ്മുടെ ക്ലാസ്സുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈനിലാണ്. കോവിഡിന് ശേഷം നമ്മളെല്ലാ ട്രെയിനിങ് പ്രോഗ്രാംസും ഓൺലൈനിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥാപനം ആരംഭിച്ചപ്പോൾ 2 സ്റ്റാഫുകളെ ഉള്ളായിരുന്നു. ഇപ്പോൾ നമുക്ക് 42 സ്റ്റാഫുകളുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പല ലൊക്കേഷനിൽ നിന്നായിരിക്കും പങ്കെടുക്കുന്നത്. നമ്മളിവിടെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നതായിരിക്കും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗുമായിട്ടും ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ എത്തിയതിന് നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ചാറ്റ് വിൻഡോയിൽ രേഖപ്പെടുത്താവുന്നതാണ്. എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ ഇന്നത്തെ സെഷനിൽ പങ്കെടുക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. മലപ്പുറത്തു നിന്നുണ്ട്, ദുബായിൽ നിന്നുണ്ട്, ഓക്കെ, തൃശ്ശൂർ, കാലിക്കറ്റ്, കൊല്ലം, കൊച്ചി, കണ്ണൂർ. ഗ്രേറ്റ്, താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻസ്. ക്വസ്റ്റ്യൻസ് ഉള്ളവരൊന്ന് ഹോൾഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. ചില ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഈ സെഷന്റെ ഉദ്ദേശം എന്താണ്, എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ട്രെയിനിങ് സെഷൻ നടത്തുന്നതെന്ന് പറയാം. 2 ഉദ്ദേശങ്ങളാണ് ഉള്ളത്. ഒന്ന്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെയുള്ള ടോപ്പിക്കുകളെ കുറിച്ച് ഈ ഒരു സെഷനിലൂടെ അവയർനെസ് തരിക. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടൂളുകൾ എന്തൊക്കെയാണ്, ഇതിലൂടെ എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും, നിങ്ങളുടെ ബിസിനസ്സിലും ജോലിയിലും ഒക്കെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ, പെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റി കൂടി ഇതിന്റെ ഇടയിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പെയ്ഡ് കോഴ്സിന്റെ പ്രൊമോഷൻ അല്ല ത്രൂ ഔട്ട് ഇതിനകത്ത്. ഇതിന്റെ ഇടയിൽ ഒരു 10-15 മിനിറ്റ് അതിനെപ്പറ്റി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടൂളും ടെക്നിക്സും ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടോപ്പിക്കുകളിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ടോപ്പിക്കുകളിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. റെഡിയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് ആദ്യം ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ തന്നെ കാണാം. അതായത് ആ വെബ്സൈറ്റ് നിർമ്മിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ പ്രൊമോട്ട് ചെയ്യാൻ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്കതൊരു ബിസിനസ് ആയിട്ട് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ആക്ച്വലി ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. വെബ്സൈറ്റ് നിർമ്മിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് യാതൊരു പ്രോഗ്രാമിങ്ങും ഇല്ലാതെ ആർക്കും വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതിനുപയോഗിക്കുന്ന ടൂൾ ഞാൻ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, മിക്സോ എന്നാണ് ആ ടൂളിന്റെ പേര് എന്ന് പറയുന്നത്. മിക്സോ വെബ്സൈറ്റ് ക്രിയേഷൻ ടൂൾ, AI വെബ്സൈറ്റ് ക്രിയേഷൻ ടൂൾ ആണ്. ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു വെബ്സൈറ്റ് ഇപ്പൊ തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് നിർമ്മിക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാനിവിടെ പറയുന്ന ടൂളുകൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, Mixo.io എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലോഞ്ച് വെബ്സൈറ്റ്സ് ഇൻ സെക്കൻഡുകൾക്കുള്ളിൽ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുക എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു കമാൻഡ് കൊടുക്കാനുള്ള വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വരും.
ഓക്കെ, ഇവിടെയാണ് ആക്ച്വലി നമുക്ക് എന്ത് വെബ്സൈറ്റ് ആണ് നിർമ്മിക്കേണ്ടത് എന്നുള്ള കമാൻഡ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്കൊരു ഫിറ്റ്നസ് സെന്ററിന്റെ വെബ്സൈറ്റ് നിർമ്മിക്കാൻ ശ്രമിക്കാം. ഒരു ഫിറ്റ്നസ് സെന്ററിന്റെ വെബ്സൈറ്റ് അഥവാ ഒരു ജിംനേഷ്യത്തിന്റെ വെബ്സൈറ്റ് ആണ് എനിക്ക് നിർമ്മിക്കേണ്ടത്. അപ്പൊ ഞാൻ അതിന് കൊടുക്കുന്ന ഒരു കമാൻഡ് നോക്കിക്കോളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കമാൻഡാണ് കൊടുക്കുന്നത്. വൺ പേജ് വെബ്സൈറ്റ് ഫോർ ദ ഫിറ്റ്നസ് സെന്റർ ഗാലക്സി ഫിറ്റ്നസ് ഇൻ കൊച്ചി. കൊച്ചിയിലാണ് നമ്മുടെ ഫിറ്റ്നസ് സെന്റർ, ഗാലക്സി ഫിറ്റ്നസ് എന്നാണ് പേര്. അതിനുവേണ്ടി ഒരു വെബ്സൈറ്റ് നിർമ്മിച്ചു തരാൻ ഈ AI ടൂളിനോട് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, നമ്മളത് ഇവിടെ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കുറെ ഓപ്ഷൻസ് ഇവിടെ കാണിക്കും. ഇതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഗെറ്റ് കോൺടാക്റ്റഡ് എന്ന ഓപ്ഷനാണ്. ഇതിൽ നിന്ന് നമുക്ക് ഫോൺ കോൾസോ അല്ലെങ്കിൽ വാട്സാപ്പ് ആയിട്ടോ മെസ്സേജ് അല്ലെങ്കിൽ നമുക്ക് എൻക്വയറീസ് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഗെറ്റ് കോൺടാക്റ്റഡിൽ നമ്മുടെ ഫോൺ നമ്പർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ജനറേറ്റ് എന്നുള്ളൊരു ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. ഈ ജനറേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ നമുക്ക് വെബ്സൈറ്റ് നിർമ്മിച്ചു തരും. ഓക്കെ, ഞാൻ ജനറേറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കാഴ്ചക്കാരായിട്ടിരിക്കുകയാണ്. എൻ്റെ 2 കൈകളും ഫ്രീ ആണ്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അത് തനിയെ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാക്കുന്നു, അത് തനിയെ ഇമേജുകൾ സെലക്ട് ചെയ്യുന്നു, വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പം വെബ്സൈറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇതാ നമ്മുടെ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് AI നിർമ്മിച്ചു തന്നു കഴിഞ്ഞു. ഗാലക്സി ഫിറ്റ്നസ് എന്ന പേരിലാണ് വെബ്സൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിറ്റ്നസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജുകൾ, ജിംനേഷ്യത്തിൽ വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഇമേജുകൾ വന്നിരിക്കുന്നു. ഇവിടെ കോൺടാക്ട് ഗാലക്സി ഫിറ്റ്നസ് ടുഡേ, കോൺടാക്ട് അസ് എന്നുള്ള ബട്ടൺ വന്നിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഫോൺ നമ്പർ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ വരും. ഇനി ഇതിനെ നമുക്ക് ഇതിന്റെ സ്റ്റൈലുകളൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇമേജുകൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ ഇവിടെ തന്നെ റീസ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ റീസ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈലൊക്കെ മാറി. വീണ്ടും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ വീണ്ടും നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയി. ഓക്കെ, പ്രീമിയർ ഫിറ്റ്നസ് സെന്റർ ഇൻ കൊച്ചി. നോക്കി, നമ്മുടെ കമാൻഡിനകത്ത് കൊച്ചി എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓക്കെ പ്രീമിയർ ഫിറ്റ്നസ് സെന്റർ ഇൻ കൊച്ചി എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ലോഗോ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഈ ലോഗോ എന്ന് പറയുന്നത് AI തന്ന ലോഗോ ആണ്, നമ്മുടെ ലോഗോ അല്ല. അപ്പൊ അത് ചേഞ്ച് ചെയ്യാൻ ഇവിടെ തന്നെ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസ് ബ്രാൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലോഗോ റീപ്ലേസ് ചെയ്യാൻ അതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ കൊടുത്തിരിക്കുന്ന ലോഗോ മാറി നമ്മുടെ ലോഗോ വരുന്നതായിരിക്കും. ഓക്കെ, ഞാനിവിടെ അപ്ലോഡ് ചെയ്യാണ്. ഡെസ്ക്ടോപ്പിൽ നിന്നൊരു ലോഗോ അപ്ലോഡ് ചെയ്യുകയാണ്. അത് അവിടെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ലോഗോ അപ്ലോഡ് കൊടുത്തു. അതിപ്പോൾ അവിടെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ ഏത് ഇമേജ് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഞാൻ ഇപ്പോൾ കൊടുത്ത ലോഗോ ഇവിടെ വന്നു കഴിഞ്ഞു. ഈ സെയിം ലോഗോ തന്നെ നമ്മുടെ ഗാലക്സി ഫിറ്റ്നസ് എന്ന പേരിന്റെ അടുത്തും വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാം. ഇതിനകത്തേക്ക് ഒരു ഫ്രീ അക്കൗണ്ട് എടുക്കുക. ഫ്രീ അക്കൗണ്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് നമ്മളൊരു അക്കൗണ്ട് എടുത്ത് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഔട്ട്പുട്ട് എങ്ങനെയാണ് ലാസ്റ്റ് എടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് കയറി എത്ര വെബ്സൈറ്റ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് നിർമ്മിക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇതിന്റെ പെയ്ഡ് വേർഷനും ഉണ്ട്, ഫ്രീ വേർഷനും ഉണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, ഇവിടെ പെയ്ഡ് വേർഷൻ ചോദിക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഔട്ട്പുട്ട് എടുക്കാൻ ഇവിടെ തന്നെ സൈറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. ഇതിനകത്ത് 100-ലധികം വെബ്സൈറ്റുകൾ ഞാനിവിടെ സൗജന്യമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം പലപ്പോഴായിട്ട് നിർമ്മിച്ചിട്ടുള്ളതും പല ക്ലാസ്സുകളിൽ ചെയ്ത് കാണിച്ചിട്ടുള്ളതുമാണ് ഈ കാണുന്നത്. ഇപ്പൊ ലാസ്റ്റ് നിർമ്മിച്ച വെബ്സൈറ്റിന്റെ ഔട്ട്പുട്ടാണ് ഞാൻ പുറത്തേക്ക് എടുക്കാൻ പോകുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യുക. ഇന്റർനെറ്റിലേക്ക് ഈ വെബ്സൈറ്റിനെ പബ്ലിഷ് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫൈനൽ ലിങ്ക് ലഭിക്കും. ആ ലിങ്ക് നമുക്ക് സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും എല്ലാം ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ ഉള്ള ഒരു വെബ്സൈറ്റ് വളരെ അനായാസം ഈ ഒരു mixo.io എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് വെബ്സൈറ്റ് നിർമ്മിച്ചു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനും ഈ ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇതിന് യാതൊരുവിധ പ്രോഗ്രാമിങ്ങിന്റെ ആവശ്യമില്ല. ആർക്കും വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഫൈനൽ ലിങ്ക് ഇപ്പൊ നമുക്ക് ലഭിക്കുന്നതാണ്. വെബ്സൈറ്റിന്റെ ഫൈനൽ ലിങ്ക് ഇപ്പൊ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഫൈനൽ ലിങ്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, ഫൈനൽ വെബ്സൈറ്റ് ലിങ്ക് വന്നു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനൽ വെബ്സൈറ്റ്. പ്രീമിയർ ഫിറ്റ്നസ് സെന്റർ ഇൻ കൊച്ചി, ഗാലക്സി ഫിറ്റ്നസ്, കോണ്ടാക്ടസ്, അതേപോലെ ഫിറ്റ്നസ് റിലേറ്റഡ് ഇമേജുകളെല്ലാം ഇതിനകത്ത് വന്നിരിക്കുന്നു. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഇതിന്റെ പെയ്ഡ് വേർഷനും ഫ്രീ വേർഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫ്രീ വേർഷൻ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് ഇരിക്കുന്നത്. ഈ mixo.io എന്ന് പറയുന്ന ഒരു വാലൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ കാണും. ഫ്രീ വേർഷന് നമുക്ക് പൈസയൊന്നും ആകത്തില്ല.
ഓക്കെ, അതിനകത്ത് ഗാലക്സി ഫിറ്റ്നസ് എന്നുള്ള നമ്മുടെ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ നെയിം എല്ലാം ആ ഒരു ലിങ്കിനുണ്ടായിരിക്കും. ഇതിനെ പെയ്ഡ് വേർഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഡൊമൈൻ നെയിം നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വെബ് അഡ്രസ്സ് ഇതേപോലെ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് നിർമ്മിക്കാവുന്നതാണ്, വളരെ അനായാസം. ഓക്കെ, അപ്പൊ ഈ വെബ്സൈറ്റ് നിർമ്മിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്ക് പണ്ട് ഒരു ക്ലാസ്സിനകത്ത് നടന്നൊരു സംഗതി ഓർമ്മ വന്നത്. ക്ലാസ് കഴിഞ്ഞ് പോകാൻ നേരത്ത് ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ അതിവിടെ 2 മിനിറ്റിൽ പറയാം. ഇതിനു മുമ്പ് ഹോട്ടലുകളിൽ വെച്ച് പ്രോഗ്രാംസ് നടത്തുന്ന സമയത്ത് കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകാൻ നേരത്താണ്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ള പ്രോഗ്രാമിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ കണ്ണൂരിൽ ബ്രോഡ്ബീൻ ഹോട്ടലിൽ പ്രോഗ്രാം കഴിഞ്ഞ് പോകാൻ നേരത്തെ ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞതാണ്, അദ്ദേഹം ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ ഒരു കമ്പനിക്ക് ആദ്യം 35,000 രൂപ കൊടുത്ത് വെബ്സൈറ്റ് ഒക്കെ നിർമ്മിച്ചു തന്നു. അത് കൂടാതെ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ 28,900 രൂപ ആ വെബ്സൈറ്റിന്റെ റിന്യൂവലിന് വേണ്ടിയിട്ട്, പുതുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡൊമൈൻ ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന സംഗതി റിന്യൂ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പൈസ കൊടുക്കാമോ, ഒന്ന് ചെക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനത് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത്, എല്ലാ വർഷവും 2,000-3,000 രൂപ ഡൊമൈൻ ഹോസ്റ്റിംഗ് റിന്യൂവലിന് വേണ്ടി കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട്. ആ സ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ 28,900 രൂപ അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യാൻ പല ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ അത് നിന്നു കൊടുക്കാതിരിക്കുക, നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മളെ പറ്റിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. എന്റെ അഭിപ്രായത്തിൽ ഒരു കസ്റ്റമറെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് ഒരു അഫോർഡബിൾ റേറ്റിൽ ചെയ്ത് കൊടുത്ത് അവരെ നമ്മുടെ കൂടെ കസ്റ്റമറായിട്ട് നിർത്തുകയാണെങ്കിൽ നമുക്ക് ലോങ് ടൈമിൽ അവരിൽ നിന്ന് തന്നെ നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അല്ലാതെ ഒരു കസ്റ്റമർ കിട്ടി വലിയ പൈസ പേടിച്ച് ഇനി അവരങ്ങ് പോയാലും കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്നത് നല്ലൊരു ബിസിനസ് ആശയമല്ല, അല്ലെങ്കിൽ ബിസിനസ് മെത്തേഡ് അല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഒരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു അഫോർഡബിൾ റേറ്റിൽ ചെയ്ത് കൊടുക്കുക, ലോങ് ടൈമിൽ അവരെ കൂടെ നിർത്തുക. അതിനോടാണ് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അതായത് ഒരു കസ്റ്റമറെ നമ്മൾ ലോങ് ടൈമിൽ റേറ്റ് കുറവാണെങ്കിലും കൂടെ നിർത്തുന്നതാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, നിരവധി പേര് എസ് എന്ന് കമന്റ് ചെയ്യുന്നു, താങ്ക് യു. അതാണ് ബെസ്റ്റ് മെത്തേഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ടൂളിലേക്ക് കിടക്കാം. അടുത്ത ടൂളിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അടുത്തൊരു ടൂളിലേക്ക് ഓക്കെ, റെഡിയാണ്. ഓക്കെ, നമ്മൾ അടുത്ത കാണാൻ പോകുന്നത്, പല ആവശ്യങ്ങൾക്ക് നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ നിർമ്മിക്കേണ്ടതായിട്ട് വരും. അത് ബിസിനസ് ആവശ്യത്തിനായിക്കോട്ടെ, ജോലിയുടെ ആവശ്യമായിക്കോട്ടെ, പവർ പോയിന്റ് പ്രസന്റേഷൻ നിർമ്മിക്കാൻ നമുക്ക് അടിപൊളി ഒരു ടൂൾ ഉണ്ട്. അതാണ് gamma.io എന്നാണ് ആ ടൂളിന്റെ പേര്, gamma.app. ഓക്കെ, നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ വളരെ പെട്ടെന്ന് നിർമ്മിക്കാൻ ശ്രമിക്കാം. gamma.app, നമ്മുടെ വാസ്കോഡ ഗാമയെ ഓർത്താൽ മതി. പവർ പോയിന്റിനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ പവർ പോയിന്റ് നിർമ്മിക്കാൻ നമ്മൾ ഒന്നേന്നിരുന്ന് നമ്മൾ പവർ പോയിന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക, gamma.app. അപ്പൊ ഞാനൊരു പുതിയ വിൻഡോയിൽ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ഒരു പവർ പോയിന്റ് നിർമ്മിക്കാൻ ശ്രമിക്കാം. gamma.app എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ എടുത്ത് അതിനകത്തേക്ക് നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലൊരു വിൻഡോ ലഭിക്കും. സൈറ്റിന്റെ പേര് ഒരിക്കൽ കൂടി പറയാം, gamma.app. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പവർ പോയിന്റ് നിർമ്മിക്കാൻ ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ കമാൻഡ് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജനറേറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് കമാൻഡ് കൊടുത്താൽ മതി. കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ ഇത് തന്നെ നമുക്ക് നിർമ്മിച്ചു തരും. ഓക്കെ, ഇപ്പോൾ എനിക്ക് നിർമ്മിക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് പവർ പോയിന്റ് നിർമ്മിക്കേണ്ടതെന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കമാൻഡ് കൊടുത്തു നോക്കാം. ഇത് തനിയെ നിർമ്മിച്ചു തരുന്നുണ്ടോ എന്നറിയാമല്ലോ. നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ കൊടുത്തിട്ട് ജനറേറ്റ് ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ സ്ലൈഡിലും എന്ത് ടോപ്പിക് വേണം എന്നുള്ള ഒരു ഔട്ട്ലൈൻ അത് നിർമ്മിച്ചു തരും. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇപ്പൊ ഇതിനകത്ത് ഒരെണ്ണത്തിന് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിനെ ഞാൻ എക്സാമ്പിൾസ് ഓഫ് AI എന്നാക്കുകയാണ്, എക്സാമ്പിൾസ് ഓഫ് AI. ഓക്കെ, ഇതേപോലെ ഏതും നമുക്ക് മാറ്റാൻ സാധിക്കും. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമുക്ക് തീം സെലക്ട് ചെയ്യാൻ സാധിക്കും, ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ താഴെ വന്നതിന് ശേഷം ജനറേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ ഇത് തനിയെ നിർമ്മിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതിപ്പോൾ ഇവിടെ പവർ പോയിന്റ് പ്രസന്റേഷൻ നിർമ്മിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് സ്ലൈഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് സ്ലൈഡിലേക്ക് കടന്നു. വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡെഫിനിഷൻ, ടൈപ്സ്, കീ ആപ്ലിക്കേഷൻസ് ഓഫ് AI. മൂന്നാമത്തെ സ്ലൈഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്ത 4ാമത്തെ സ്ലൈഡിലേക്ക് കിടക്കാൻ പോകുന്നു. ഓക്കെ, ഇങ്ങനെ ഓരോ സ്ലൈഡുകളും എത്ര ഫാസ്റ്റ് ആയിട്ടാണ് അത് തനിയെ നിർമ്മിക്കുന്നത് നോക്കി. എന്റെ 2 കൈകളും ഫ്രീ ആണ്, നമ്മളെല്ലാവരും കാഴ്ചക്കാരായിട്ടിരിക്കുകയാണ്. ഓക്കെ, അത് മനോഹരമായിട്ടുള്ള പവർ പോയിന്റ് സ്ലൈഡ്
നമ്മൾ കൊടുത്ത ഒരു കമാൻഡിൽ നിന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ കാണുന്നത്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കാണാൻ സാധിക്കും. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനും സാധിക്കും, പുറത്തേക്ക് ഔട്ട്പുട്ട് എടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, എത്തിക്കൽ കൺസിഡറേഷൻസ് ഇൻ AI ഡെവലപ്മെന്റ്. ഓക്കെ, ഫൈനൽ സ്ലൈഡിലേക്ക് വരികയാണ്. വന്നു കഴിഞ്ഞു. ഫൈനൽ സ്ലൈഡും നിർമ്മിച്ചു കഴിഞ്ഞു. എത്ര മനോഹരമായിട്ടുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ് അത് നിർമ്മിച്ചു തന്നിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് ഇമേജുകളൊക്കെ അത് തനിയെ ജനറേറ്റ് ചെയ്യുകയും സെലക്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു AI ഉപയോഗിച്ചുകൊണ്ട്. ഇനി ഇതിനെയൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഈ വന്നിരിക്കുന്നതിനെയൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇമേജ് മാറ്റണമെങ്കിൽ ഇമേജിന്റെ പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജിന് പകരം വേറെ ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ വീണ്ടും ഇവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ തന്നെ ഒരുപാട് ഇമേജുകൾ സെലക്ട് ചെയ്യാൻ ഓൾറെഡി എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് പുറത്തേക്ക് ഔട്ട്പുട്ട് എടുക്കാൻ ഇവിടെ തന്നെ നമുക്ക് ഷെയർ എന്നുള്ള ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് പുറത്തേക്ക് പവർ പോയിന്റ് ആയിട്ടോ PDF ആയിട്ടോ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. ഓക്കെ, എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. എക്സ്പോർട്ടിൽ പവർ പോയിന്റോ PDF പവർ പോയിന്റ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആ പവർ പോയിന്റിനെ പുറത്തേക്ക് എടുത്തതിന് ശേഷം വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ വളരെ വളരെ പെട്ടെന്ന് നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ നിർമ്മിക്കാൻ ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നേന്ന് നമ്മളൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ നിർമ്മിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? നമ്മൾ ഇതിനകത്ത് ഈ കമാൻഡ് കൊടുത്ത് ഇത് നമുക്ക് നിർമ്മിച്ചു തരും, അതിനെ നമ്മൾ എഡിറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇനി അതല്ല, നമ്മുടെ കയ്യിൽ കുറെ ഡേറ്റ ഉണ്ട്, അല്ലെങ്കിൽ കുറെ കണ്ടന്റ് ഇരിപ്പുണ്ട്. ഇതിനെ ഒരു പവർ പോയിന്റ് ആക്കി തരാനും ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് പേസ്റ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ഡേറ്റ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടന്റ് അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ കണ്ടന്റ് എല്ലാം കൂടെ വെച്ചിട്ട് അതൊരു പവർ പോയിന്റ് ആക്കി തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് വരെ സ്മാർട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് 8 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി നമുക്ക് 1-2 മണിക്കൂർ കൊണ്ട് ചെയ്യാം എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് പവർ പോയിന്റ് പ്രസന്റേഷൻ ഇതിനകത്ത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന ടൂളുകളെല്ലാം ഫ്രീ വേർഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് കാണിക്കുന്നത്, പെയ്ഡ് വേർഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ളല്ല. ചില ടൂളുകൾക്കൊക്കെ പെയ്ഡ് വേർഷൻ ഉണ്ട്, പക്ഷെ പെയ്ഡ് വേർഷൻ ഇല്ലാതെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. അതിന് മൾട്ടിപ്പിൾ ഇമെയിൽ അഡ്രസ്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ടൂളാണ് കണ്ടത്. നമുക്ക് മറ്റൊരു ടൂളിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. യെസ്, റെഡിയാണ്. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. പല ആവശ്യങ്ങൾക്കും പ്രൊഡക്റ്റുകളോ സർവീസുകളോ ഒക്കെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോസ്റ്ററുകളെ ഇമേജുകളൊക്കെ നിർമ്മിക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ചും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളൊരു ഡിസൈൻ, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് സർവീസിനെ പറ്റിയ പറയുന്ന പിന്നെ ഒരു ഡിസൈൻ, ഒരു പോസ്റ്റർ നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്ന ടൂൾ എന്ന് പറയുന്നത്. ആ ടൂളിന്റെ പേരെന്ന് പറയുന്നത് ബിങ് ഇമേജ് ക്രിയേറ്റർ എന്നുള്ളതാണ്. മൈക്രോസോഫ്റ്റിൻ്റെതാണ്, ചെറിയ പുള്ളിയൊന്നുമല്ല. നമുക്കറിയാം മൈക്രോസോഫ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഏറെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, AI ബിങ് ഇമേജ് ക്രിയേറ്റർ എന്നോ ബിങ് ഇമേജ് ക്രിയേറ്റർ എന്നോ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടൂളിന്റെ ലിങ്ക് ലഭിക്കും. ഇതാണ് അതിന്റെ ലിങ്ക് എന്ന് പറയുന്നത്, bing.com/create. ഈ ഒരു സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു വിൻഡോ ലഭിക്കും. ഇവിടെ നമുക്ക് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് തരും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു കമാൻഡ് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പൊ എനിക്ക് നിർമ്മിക്കേണ്ടത് ഒരു കരാട്ടെ ക്ലാസിന്റെ പോസ്റ്റർ നിർമ്മിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു. അപ്പോൾ കരാട്ടെ ക്ലാസ്സിലേക്ക് സ്റ്റുഡൻസിനെ കണ്ടെത്താൻ വേണ്ടി, പാർട്ടിസിപ്പൻസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാം? അതിന് നമ്മൾ ജസ്റ്റ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ നമുക്ക് നിർമ്മിച്ചു തരും എന്നുള്ളതാണ്. ഓക്കെ, നമുക്കൊരു കമാൻഡ് കൊടുത്തു നോക്കാം ഇതിനകത്ത്. അപ്പോൾ കമാൻഡ് എന്ന് പറയുന്നത് നോക്കി, ഇതാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്ന കമാൻഡ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് കമാൻഡാണ്. ക്രിയേറ്റ് 3D റെൻഡർ ഓഫ് എ സോഷ്യൽ മീഡിയ പോസ്റ്റർ പ്രൊമോട്ടിങ് കരാട്ടെ ക്ലാസ്. അതായത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ആണ് വേണ്ടത്, അത് കരാട്ടെ ക്ലാസ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് വേണ്ടത്. എങ്ങനെ ഇതേപോലത്തെ കമാൻഡ്സ് ഉണ്ടാക്കാം എന്നുള്ളതിലേക്ക് ഞാൻ ഇപ്പം വരുന്നുണ്ട്. നമുക്ക് ഈ കമാൻഡ് ഒന്ന് കൊടുത്തു നോക്കാം. കൊടുത്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തനിയെ ഇപ്പം നമുക്ക് ഡിസൈൻ ചെയ്ത് തരും.
ഇവിടെ ഒരു ആരോ മാർക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഇപ്പൊ കാണാൻ സാധിക്കുന്നതാണ്. AI ഉപയോഗിച്ചുകൊണ്ട് ഇമേജ് വന്നു കഴിഞ്ഞു. ഒന്നിന് പകരം 4 ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഓരോന്നും നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാൻ. നോക്കി, സോ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അത് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഓക്കെ, കരാട്ടെ ക്ലാസിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ. എത്ര മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ്. 3D ഷേപ്പിലുള്ള നല്ല അടിപൊളി ഡിസൈനാണ് അത് നിർമ്മിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ തന്നെ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ ഇതേപോലെ നമുക്ക് നിർമ്മിക്കുന്ന ഇമേജിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് ഫോൺ നമ്പറും ലോഗോയും ഒക്കെ ആഡ് ചെയ്തിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതിപ്പം ഞാൻ ഡിസൈൻ ചെയ്തതാണ്. കമാൻഡ് കൊടുത്ത് ഡിസൈൻ ചെയ്ത ഒരു കരാട്ടെ ക്ലാസിന്റെ ഒരു പോസ്റ്ററാണ് കാണുന്നത്. ഇതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ഇവിടെ തന്നെ കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഇമേജ് തന്നെ മൈക്രോസോഫ്റ്റിന്റെ മറ്റൊരു ടൂളായ ഡിസൈനർ എന്ന് പറയുന്ന ടൂളിൽ ഓപ്പൺ ആവും. അവിടെ നമുക്ക് ലോഗോയും ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനെ പുറത്തേക്ക് ഔട്ട്പുട്ട് എടുക്കാം. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഫോൺ നമ്പറോ ലോഗോയോ ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും. അതിനും ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഈ കൊടുത്ത കമാൻഡ് എങ്ങനെയാണ് ഞാൻ ഇത് ഇവിടെ കൊടുത്തത്, അല്ലെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് പഠിക്കാം ഈ കമാൻഡ്, അതിന് ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ ഈ ഒരു ടൂളിൽ തന്നെ നിരവധി എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എക്സ്പ്ലോർ ഐഡിയാസ്. ഈ എക്സ്പ്ലോർ ഐഡിയാസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈക്രോസോഫ്റ്റ് തന്നെ ഒരുപാട് എക്സാമ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ടൈപ്പിലുള്ള ഇമേജുകൾ നിർമ്മിക്കാൻ എന്ത് കമാൻഡാണ് കൊടുത്തത്, ഇതിനെ കമാൻഡ് കൊടുത്തപ്പോൾ എന്ത് ഔട്ട്പുട്ടാണ് കിട്ടിയത് എന്നുള്ള എക്സാമ്പിൾസ് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഈ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കമാൻഡാണ് കൊടുത്തത് എന്നുള്ളത് അതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കാണിക്കും. ഓക്കെ, ഈ ഒരു ഇമേജിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി എന്ത് കമാൻഡാണ് കൊടുത്തത്, ഈ കമാൻഡ് കൊടുത്തപ്പോഴാണ് ഈ ഇമേജ് കിട്ടിയതെന്ന് നിരവധി എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഈ എക്സാമ്പിൾസ് വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഈ എക്സാമ്പിൾസ് തന്നെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് എന്ത് ഔട്ട്പുട്ട് വരുന്നു എന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഒരാൾക്ക് കൊടുത്ത അതേ ഇമേജ് അല്ല വേറൊരാൾക്ക് കൊടുക്കുന്നത്, വ്യത്യാസം ഉണ്ടായിരിക്കും. അതാണല്ലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. പിന്നെ സ്വന്തം നിലയ്ക്ക് നമ്മൾ ചില കമാൻഡുകളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഔട്ട്പുട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ഇപ്പം ഇതിനെ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നു. എഡിറ്റ് ചെയ്യാൻ ഇവിടെ തന്നെ നമുക്ക് ഒരു ലോഗോയൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന ലോഗോ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിന് പുറത്ത് നമുക്ക് ടെക്സ്റ്റ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു ലോഗോ എടുത്ത് വെക്കുകയാണ്. ഓക്കെ, ഒരു ലോഗോ എടുത്ത് ഇവിടെ വെച്ചു. അതേപോലെ ഫോൺ നമ്പറോ മറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ടെക്സ്റ്റ് ബോക്സ് ടി എന്ന് പറയുന്ന സംഗതിയുണ്ട്. ടിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ടെക്സ്റ്റ് ബോക്സുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് ഇതിനകത്തേക്ക് നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ആ ടെക്സ്റ്റ് ബോക്സിന്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ കളർ ചേഞ്ച് ചെയ്യാനോ ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്കൊരു മുൻ പരിചയം ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്യാം. ഈ ഒരു ടൂള് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ടൂളാണ്. ഓക്കെ, ഇതാണ് ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്ന ടൂള്. ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ചെയ്യാൻ ബിങ് ഉപയോഗിക്കാവുന്നതാണ്. മൊബൈലിൽ ഇത് പറ്റുമോ എന്ന് ചോദിക്കുന്നത്, മൊബൈലിൽ ഇത് ചെയ്യാൻ സാധിക്കും. മൊബൈലിലും ഈ ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്ന ടൂൾ ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ കോ പൈലറ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. കോ പൈലറ്റ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിന്റെ ഒരു ടൂളിന്റെ ഭാഗം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മറ്റൊരു ഡിസൈൻ ടൂളിലേക്ക് കിടന്നാലോ. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. റെഡി ആണോ? ഓക്കെ, ലോഗോ ഡിസൈൻ ചെയ്യാൻ ഇതിനകത്ത് പറ്റും. ക്രിയേറ്റ് എ ലോഗോ എന്ന് പറഞ്ഞ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോഗോ തന്നെ ഡിസൈൻ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു ഡിസൈൻ ടൂൾ കാണാം. അത് നിങ്ങൾ ചിലരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്യാൻവ എന്നാണ് ടൂളിന്റെ പേര്. ക്യാൻവ എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട്, കമ്പ്യൂട്ടറിലും ഉപയോഗിക്കാൻ സാധിക്കും. canva.com എന്നാണ് കമ്പ്യൂട്ടറിലാണെങ്കിൽ അതിന് കൊടുക്കേണ്ടത്. മൊബൈലിലാണെങ്കിൽ ക്യാൻവ എന്ന് നമ്മൾ മൊബൈൽ ആപ്പായിട്ട് സെർച്ച് ചെയ്യുവാണെങ്കിൽ ആൻഡ്രോയിഡിലും ഐഫോണിലും രണ്ടിലും അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് ക്യാൻവയിൽ ഒരു ഡിസൈൻ നമുക്ക് ഒരു മിനിറ്റിൽ ഒരെണ്ണം ചെയ്യാൻ ശ്രമിക്കാം. ക്യാൻവയിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ canva.com എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യുക. ഫ്രീ അക്കൗണ്ട് എടുക്കുക. ഫ്രീ അക്കൗണ്ട് എടുത്ത് അകത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും.
എന്ത് ഡിസൈൻ വേണമെന്ന് സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോഗോ വേണമെന്നിരിക്കട്ടെ, ഒരു ട്രാവൽ ഏജൻസിയാണ്. ഇപ്പോൾ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോഗോ വേണമെങ്കിൽ ട്രാവൽ ലോഗോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ലോഗോകൾ നമുക്കിപ്പോൾ ഇവിടെ കാണിച്ചു തരും. അതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഇഷ്ടമുള്ള സിമ്പിൾ വെക്കാൻ സാധിക്കും. ആ രീതിയിൽ നമുക്കിതിനെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നേ ഇരുന്ന് ഒരെണ്ണം കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കുള്ള ഈ ഇവിടെ വരുന്ന ഡിസൈനുകളിൽ നിന്ന് നമുക്കതിനെ മാറ്റാൻ സാധിക്കും, മാറ്റിമറിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഡിസൈൻസ് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിനകത്ത് എല്ലാം ഫ്രീ അല്ല, ഒരു 50% ഡിസൈൻ ഫ്രീ ആണ്. ബാക്കി 50% എന്ന് പറഞ്ഞാൽ ഇതിന്റെ പെയ്ഡ് പ്ലാൻ എടുത്താലാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ പെയ്ഡ് പ്ലാനിന് ഒരു മാസത്തേക്ക് 500 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഡിസൈൻ, ഇത് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫ്രീ ആയിട്ടുള്ള പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ ഒരു ഇൻഷുറൻസ് പോളിസിയുടെ ഡിസൈൻ ചെയ്യണമെന്നിരിക്കട്ടെ, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി സെല്ല് ചെയ്യാനുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരെണ്ണം നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നമ്മളിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻസ് കിട്ടും. ഇതേപോലെ നിങ്ങളുടെ എന്ത് ബിസിനസ് ആണോ അതുമായിട്ട് ബന്ധപ്പെട്ടത് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇനി ബിസിനസ് ഇല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, നമുക്ക് ഒരു പോസ്റ്റർ ഒരെണ്ണം 1 മിനിറ്റ് കൊണ്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ എനിക്ക് നിർമ്മിക്കേണ്ടത് ഒരു ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് 1 മിനിറ്റ് കൊണ്ട് നിർമ്മിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു സെർച്ച് കൊടുക്കാം, ഇൻഷുറൻസ് ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്ററാണ് നിർമ്മിക്കേണ്ടത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒരുപാടെണ്ണം ഇവിടെ കാണിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരെണ്ണം സെലക്ട് ചെയ്തിട്ട് നമുക്കതിനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഇവിടെ നമുക്ക് കമാൻഡ് ആയിട്ടൊന്നും കൊടുക്കണ്ട, നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ഇവിടെ തന്നെ കസ്റ്റമൈസ് ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറും ലോഗോയും ഒക്കെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഡമ്മി നമ്പറും ഡമ്മി ലോഗോയും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്, ടെംപ്ലേറ്റ് ആണത്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് വളരെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ടെംപ്ലേറ്റിനെ എനിക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യണമെന്നിരിക്കട്ടെ, ഫോൺ നമ്പറിന്റെ പുറത്ത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ആ ഫോൺ നമ്പറിന് പകരം നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫോൺ നമ്പർ 123456 എന്ന് പറഞ്ഞ ഒരു ഡമ്മി നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ നമ്മുടെ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ വെബ്സൈറ്റ് അഡ്രസ്സിന്റെ അവിടെ വെബ്സൈറ്റ് അഡ്രസ്സ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വെബ്സൈറ്റ് അഡ്രസ്സ് ഇല്ലെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, galaxy.com എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി നമുക്കൊരു ലോഗോ ഇവിടെ വെക്കണമെങ്കിൽ ലോഗോ നമുക്ക് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ലോഗോയൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഇവിടെ തന്നെ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പുറമേ നിന്ന് ലോഗോയോ ഇമേജോ ഒക്കെ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ലോഗോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ലോഗോയും ഇതിൽ തന്നെ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ലോഗോയും കൂടെ ഞാനെടുത്ത് അവിടെ വെച്ചു. ഇനി നമുക്ക് ഈ ലൈഫ് ആൻഡ് ഫാമിലി എന്നുള്ളത് മാറ്റിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ആക്കാം. അപ്പോൾ ഹെൽത്ത് എന്ന് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് മലയാളം വേണമെന്നിരിക്കട്ടെ. ഓക്കെ, മലയാളത്തിലാണ് ഡിസൈൻ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ മലയാളവും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. മലയാളം ടൈപ്പ് ചെയ്യാൻ എഴുത്തുപുര എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, അതിൽ ചെന്നിട്ട് ചെയ്യാം. ഞാനിവിടെ എഴുത്തുപുരയുടെ ഒരു സംഗതി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിവിടെ ഹെൽത്ത് എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ സാധനം ഇവിടെ കിട്ടും. ഓക്കെ, ഹെൽത്ത് എന്ന് വന്നിരിക്കുന്നുണ്ടോ, ഒന്നുകൂടെ കൊടുക്കാം. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് മലയാളം തന്നെ ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഫോണ്ടൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ടൂളാണ് ഈ ഒരു ക്യാൻവ എന്ന് പറയുന്ന ടൂൾ. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ തന്നെ ഷെയർ ആൻഡ് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ടൂൾ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡിസൈനറിന്റെ അന്വേഷിച്ച് നടക്കേണ്ടി വരത്തില്ല, ഡിസൈനർ ചോദിക്കുന്ന പൈസ കൊടുക്കേണ്ടി വരത്തില്ല. നമുക്കിവിടെ ഈ ടൂൾ എടുത്തതിന് ശേഷം നമുക്ക് എന്താണോ വേണ്ടുന്നത് അത് സെർച്ച് ചെയ്ത് കണ്ടെത്തിയതിന് ശേഷം നമുക്ക് അതിനെ എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ക്യാൻവ ഒരു അടിപൊളി ടൂളാണ്. ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്ത ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു പോസ്റ്ററാണ് കാണുന്നത്. ഫോൺ നമ്പർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, വെബ്സൈറ്റ് അഡ്രസ്സ്, ലോഗോ, ഹെൽത്ത് ഇൻഷുറൻസ് എന്നാക്കിയിട്ടുണ്ട്. ഈ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, ഫോട്ടോയ്ക്ക് പകരം വേറെ ഫോട്ടോ വെക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇത് മൊബൈലിലും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. മൊബൈൽ ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. മൊബൈലിലാണെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡിലും ഐഫോണിലും രണ്ടിലും ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. നമ്മുടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ വന്നതിന് ശേഷം ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക. ക്യാൻവയുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. ഈ ഒരു നീല കളറിലുള്ള ആപ്ലിക്കേഷനാണ് ക്യാൻവയുടേത്. ഫോട്ടോ വീഡിയോ എഡിറ്റർ ക്യാൻവ എന്ന് കാണിക്കും. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിനകത്ത് വീഡിയോസും ഉണ്ട്. ഇമേജ് ടെംപ്ലേറ്റ്സ് മാത്രമല്ല വീഡിയോ ടെംപ്ലേറ്റ്സും ഉണ്ട്. ഇത് ഉപയോഗിച്ച്
നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുക നമ്മുടെ ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട്, എന്നിട്ട് ഇതിനകത്തുള്ള ടെംപ്ലേറ്റ്സ് എടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഒട്ടുമിക്ക ബിസിനസ്സുകൾക്ക് എല്ലാത്തിനും പറ്റിയ ഡിസൈൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്, അല്ല അടിപൊളി ഡിസൈൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ അപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കണ്ടു. അപ്പൊ ഡിസൈൻ ചെയ്യുന്ന ടൂൾ മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ. നമുക്ക് ഒരു പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പ്രൊമോട്ട് ചെയ്ത് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ അപ്പൊ അതിന് എന്താണ് ചെയ്യേണ്ടത്? ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗിലേക്ക് നമ്മൾ കടന്നല്ലോ. ക്വസ്റ്റ്യൻസിന് നമ്മുടെ കോഹോസ്റ്റ് ആൻസേഴ്സ് തരുന്നുണ്ട് ചാറ്റ് വിൻഡോയിൽ. ഓക്കെ അപ്പൊ അതിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗിലേക്ക് കിടക്കാൻ റെഡിയാണ്. ഓക്കെ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് പഠിച്ചാൽ എന്താണ് ഗുണം? അത് നമുക്ക് ഒരു മിനിറ്റിലൊന്ന് കാണാം. കാരണം നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വേറൊരാളെ ആശ്രയിക്കാതെ എല്ലാ ദിവസവും പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കും. പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിക്കൊണ്ടിരുന്നെങ്കിലേ നമുക്ക് എപ്പോഴും ബിസിനസ് ഉയർച്ചയിലേക്ക് പോകത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളൊരു ഏജൻസി അപ്രോച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഇത് ചെയ്യാൻ അറിയാവുന്ന ഒരു ഫ്രീലാൻസറെ കണ്ടെത്തി ചെയ്യിക്കേണ്ടി വരും. ഇതൊക്കെ ഈ ഒരു പിക്ചറിനകത്ത് കാണാൻ സാധിക്കും. ഈ മരത്തിൽ കാണുന്ന മാങ്ങകൾ എന്ന് പറയുന്നത് നമ്മുടെ ക്ലയൻസ് ആവാൻ സാധ്യതയുള്ള ആൾക്കാരാണ്, നമ്മുടെ കസ്റ്റമർ ആകാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അവരെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പല മാർക്കറ്റേഴ്സ് ശ്രമിക്കുന്നത് കാണാൻ സാധിക്കും. നോക്കിയാൽ ട്രഡീഷണൽ മാർക്കറ്റർ എന്ന് പറയുന്നത് വഴിയിലേക്ക് നിന്ന് നോട്ടീസ് കൊടുക്കുക, പത്രത്തിൽ മാത്രം പരസ്യം കൊടുക്കുക. അപ്പൊ അതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് പൈസ ചെലവഴിച്ചിട്ട് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നില്ല. അതേസമയം ഒരു ഡിജിറ്റൽ മാർക്കറ്റർ വളരെ പെട്ടെന്ന് കസ്റ്റമറെ കണ്ടെത്തുന്നു. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കും, ഇൻസ്റ്റാഗ്രാമും, ഗൂഗിളും, വാട്സാപ്പും, യൂട്യൂബും ഒക്കെ ഉപയോഗിക്കുന്നു. ഇതാണ് ഫ്ലൈ ഹൈ വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗും അതേപോലെ തന്നെ ഗൂഗിൾ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള സംഗതി എന്നുള്ളതും, ചെലവ് കുറഞ്ഞ രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ഈ ഫേസ്ബുക്ക്, ഇപ്പൊ ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി ആ ബിസിനസ് വിജയിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഈ ബിസിനസ് ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു സ്കില്ല് പഠിച്ചിട്ട് നമുക്കിത് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക്. കാരണം ഇതില്ലാതെ ഒരു ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ബിസിനസ് ഇല്ലാത്തവർ ഇത് ചെയ്ത് പഠിക്കുക, ചെയ്ത് പഠിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ സ്കിൽ അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി ലഭിക്കുക എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നമുക്ക് എന്താണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് നോക്കാം, അത് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? ഫേസ്ബുക്കിൽ നമ്മൾ ഇതേപോലെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഇടയിൽ വരുന്ന ചില പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ ഇപ്പൊ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ വന്നിരിക്കുന്നത് ഒരു സ്പോൺസേഡ് പരസ്യമാണ്. സ്പോൺസേഡ് എന്നാണ് ഈ പരസ്യത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ സ്പോൺസേഡ് ആഡ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യുന്ന പരസ്യമാണ്. ഓക്കെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് സൗപർണിക ബിൽഡേഴ്സിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിന്റെ അടുത്ത് 2-3 BHK അപ്പാർട്ട്മെന്റ് സെല് ചെയ്യുന്നതിന്റെ. അപ്പൊ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ എന്റെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു ഫോമാണ് വന്നിരിക്കുന്നത്. ഓക്കെ ഇപ്പൊ നമ്മുടെ ഫോൺ നമ്പറൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു ഫോം ഇവിടെ വന്നിരിക്കുന്നു. അപ്പൊ ഇതേപോലെ ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് നമ്മുടെ എൻക്വയറീസ് ഇവിടെ കളക്ട് ചെയ്യുന്നത് നോക്കിയാൽ. പേര്, ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പറൊക്കെ കളക്ട് ചെയ്യുന്നത്. കണ്ടിന്യൂ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേറ്റ അവർക്ക് ലഭിക്കും. ഇതിന് പറയുന്നതാണ് ലീഡ് ജനറേഷൻ ആഡ് എന്ന് പറയുന്നത്. ലീഡ് ജനറേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ലീഡ് ജനറേഷൻ ആഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഇതേപോലത്തെ അഡ്വർടൈസ്മെന്റുകൾ ഇതേപോലെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ചില പരസ്യങ്ങളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ചില പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരുടെ വെബ്സൈറ്റിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. അതിന് ട്രാഫിക് ആഡ് എന്ന് പറയും. ട്രാഫിക് ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ അവരുടെ വെബ്സൈറ്റിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഇതിന് ട്രാഫിക് ആഡ് എന്ന് പറയും. ചില അഡ്വർടൈസ്മെന്റിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരെ അവരുടെ വാട്സാപ്പിലേക്ക് കൊണ്ടുപോയി ചാറ്റ് ചെയ്യിക്കാൻ സാധിക്കും. അതിന് വാട്സാപ്പ് ആഡ് എന്ന് പറയും. വാട്സാപ്പ് ആഡ്. ഇങ്ങനെയുള്ള പല പരസ്യങ്ങളും നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കയറി വരാറുണ്ട്. ഇതിനാണ് സ്പോൺസേഡ് ആഡ് എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത്. ഇത് വെറുതെ ആരെങ്കിലും എടുത്ത് കാണിക്കുകയല്ല ചെയ്യുന്നത്. ഒരു കസ്റ്റമറുടെ ലൊക്കേഷന്, ഏജ് ഗ്രൂപ്പ്, അവരുടെ ഫേസ്ബുക്കിലെ ആക്ടിവിറ്റീസ് ഇതെല്ലാം നോക്കിയിട്ടാണ് ഈ പരസ്യം ഒരാളെ എടുത്ത് കാണിക്കുന്നത്. ഓക്കെ അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഈ ഒരു സ്കിൽ എങ്ങനെ നമുക്ക് പഠിക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വരിക. ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഇടതുവശത്ത് വരികയാണെങ്കിൽ ഇവിടെ പേജസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഒരു പേജ് നമ്മൾ നിർമ്മിക്കുക. ഒരു
1 മിനിറ്റിൽ നമുക്കൊരു പേജ് നിർമ്മിക്കാൻ സാധിക്കും. നമ്മുടെ ബിസിനസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേജ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ന്യൂ പേജ് ഓർ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, ക്രിയേറ്റ് ന്യൂ പേജ് ഒരു പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് നിർമ്മിക്കുക. ഇതെല്ലാ ബിസിനസ്സുകൾക്കും പ്രയോജനപ്പെടുന്നതാണ്. ഇ കൊമേഴ്സ് ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേത് ബിസിനസ് ആയിക്കോട്ടെ, നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പബ്ലിക് പേജ് എന്നുള്ള രീതിയിൽ ഒരു പേജ് നമ്മൾ നിർമ്മിക്കുക. നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പേര് അതേപോലെ തന്നെ ലോഗോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് ഏജൻസി ആണെങ്കിൽ ഗാലക്സി ഇൻഷുറൻസ്, റെസ്റ്റോറന്റ് ആണെങ്കിൽ റെസ്റ്റോറന്റിന്റെ പേര് കൊടുക്കുക. ഇവിടെ നമുക്ക് ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ വീതിയുള്ള ഒരു കവർ പിക്ചർ നമുക്ക് ക്യാൻവയിൽ നിന്ന് നിർമ്മിച്ചിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പേജ് കിട്ടി കഴിഞ്ഞാൽ പേജിനകത്തേക്ക് പോസ്റ്റുകൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റുകളെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ആൾറെഡി ഉണ്ടായിരിക്കും. നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉള്ള ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പേജ് നിർമ്മിക്കുക. ഓക്കെ, ഒരാൾക്ക് ഒന്നിലധികം പേജുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഓരോ ബിസിനസ്സിനും ഓരോ സെപ്പറേറ്റ് പേജ് നിർമ്മിക്കുക. ഈ പേജിനകത്ത് വന്നിട്ടാണ് ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകളും കണ്ടന്റുകളും ഒക്കെ ഇടേണ്ടത്. അതാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു പേജ് നിർമ്മിച്ചിട്ട് അതിനകത്ത് ഇടുന്ന പോസ്റ്റ് പ്രൊമോട്ട് ചെയ്യാം നമുക്ക്. അപ്പൊ ഞാനിവിടെ ഗാലക്സി ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു പേജ് നിർമ്മിച്ചു. ഇതിനകത്തേക്കാണ് നമ്മൾ പോസ്റ്റ് ഇടുന്നതെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ പേജുകളിൽ ഒരു പേജിനകത്ത് ഇട്ടിരിക്കുന്ന പോസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് ഞാൻ ഇവിടെ കാണിക്കാം. അതെങ്ങനെയാണ് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതും കൂടുതൽ ബിസിനസ് കണ്ടെത്തുന്നത് എന്നുള്ളതും. ഓക്കെ, ഇപ്പൊ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഓരോ പോസ്റ്റിന്റെ അടിയിൽ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിരിക്കുന്നുണ്ടോ? ഉണ്ടോ? ബൂസ്റ്റ് പോസ്റ്റ്. ഈ ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇടുന്ന ഓരോ പോസ്റ്റിന്റെ അടിയിൽ ഈ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. ഇത് ഫേസ്ബുക്ക് പേജിനകത്ത് ഇടുമ്പോഴാണ് കിട്ടുന്നത്. ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇടുമ്പോൾ നമുക്ക് ഇതേപോലെ ബൂസ്റ്റ് പോസ്റ്റ് കിട്ടത്തില്ല. ഈ ബൂസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് വരികയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടേക്ക് വരുന്നു. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കി ക്രിയേറ്റ് ന്യൂ, അതായത് ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. മെൻ ഓർ വിമൻ, പുരുഷന്മാരെയാണോ സ്ത്രീകളെയാണോ ഈ പരസ്യം കാണിക്കേണ്ടത്? അത് രണ്ടു കൂട്ടരെയും കാണിക്കണമോ? പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു ജിംനേഷ്യത്തിന്റെ പരസ്യമാണെങ്കിൽ മെൻ ഉള്ളി കൊടുക്കാം. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ബ്യൂട്ടി പാർലർ ആണെങ്കിൽ വിമൻ കൊടുക്കാം. രണ്ടു കൂട്ടർക്കും വേണ്ടുന്ന ഒരു ഇൻഷുറൻസ് പോളിസി ആണെങ്കിൽ ഓൾ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ജെൻഡർ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഏജ് ഗ്രൂപ്പ്, എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരെ കാണിക്കണം, ഏത് സ്ഥലത്തുള്ളവരെ കാണിക്കണം. ഇപ്പൊ നമുക്ക് ഈ പരസ്യം കാണിക്കേണ്ടത് തൃശ്ശൂരുള്ളവരെയാണെങ്കിൽ ഇവിടെ തൃശ്ശൂർ എന്ന് കൊടുക്കുന്നു. തൃശ്ശൂർ ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്യുന്നു. ഇത് തന്നെ എത്ര കിലോമീറ്റർ ചുറ്റളവ് വേണം നമുക്ക് തീരുമാനിക്കാം. 1 കിലോമീറ്റർ മതിയെങ്കിൽ 1 കിലോമീറ്റർ ആയിട്ട് ചുരുക്കാം. ഇനി കേരളം ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളം എന്ന് കൊടുക്കാം. ഇനി കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ദുബായിൽ പരസ്യം ചെയ്യണമെങ്കിൽ ദുബായിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദുബായ് ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്യും. UAE ഫുള്ള് വേണമെങ്കിൽ UAE എന്ന് സെലക്ട് ചെയ്യാം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ UAE ഫുള്ള് സെലക്റ്റഡ് ആവും. ഓക്കെ, UAE കൺട്രി തന്നെ സെലക്ട് ആവും. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും നമുക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് പരസ്യം കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ കൊണ്ട് തീരുന്നില്ല. ടാർഗറ്റിംഗ്, നമുക്ക് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ബിസിനസ് ഓണേഴ്സിനെയാണ് പരസ്യം കാണിക്കേണ്ടതെങ്കിൽ ബിസിനസ് ഓണർ എന്ന് കൊടുക്കാം. അപ്പോൾ ബിസിനസ് ഓണേഴ്സിനെ തിരഞ്ഞുപിടിച്ച് പരസ്യം കാണിക്കും. ഇനിയല്ല നമുക്ക് ഈ പരസ്യം കാണിക്കേണ്ടത് പിന്നെ ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ ഇൻഷുറൻസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി റെസ്റ്റോറന്റ് ആണ് നിങ്ങൾ നടത്തുന്നത്. അപ്പൊ റെസ്റ്റോറന്റിലേക്ക് കൂടുതൽ ആൾക്കാരെ എത്തിക്കണമെങ്കിൽ ഇവിടെ ഫുഡ് എന്ന് കൊടുക്കാം. ഫുഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് ഡ്രിങ്കിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരെ ഈ പരസ്യം കാണിക്കും. അപ്പൊ അതെങ്ങനെയാണ് ആക്ച്വലി ഫേസ്ബുക്ക് മനസ്സിലാക്കുന്നത്? ഇന്ന ആൾക്കാർക്ക് ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. എങ്ങനെ ഫേസ്ബുക്ക് അത് തിരിച്ചറിയും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തിരിച്ചറിയും? അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ആക്ടിവിറ്റീസ് വെച്ചിട്ട് അത് തിരിച്ചറിയും. ഇപ്പൊ നമ്മൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിർത്തി ഒന്ന് നോക്കിയാൽ പോലും ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ മനസ്സിലാക്കും അവർക്ക് അതിൽ താല്പര്യമുണ്ട് എന്നുള്ളത്. ആ രീതിയിൽ ബിഹേവിയർ, ഓരോരുത്തരുടെയും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ബിഹേവിയർ വെച്ചിട്ട് അവരെ ആ പരസ്യം കാണിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ബിസിനസ് ഓണർ ആണോ സ്റ്റുഡന്റ് ആണോ എന്നൊക്കെ തിരിച്ചറിയുന്നത് നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് അവർ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതിന് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിൽ കൃത്യമായിട്ട് കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ യഥാർത്ഥം ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾ വന്ന റൂട്ട് ഒന്ന് ആലോചിക്കുക. നിങ്ങൾ വന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു പരസ്യം കണ്ടു കാണും. ആ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് ഡാറ്റ സബ്മിറ്റ് ചെയ്യുകയും അത് കഴിഞ്ഞ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരികയും നമ്മുടെ എക്സിക്യൂട്ടീവ് നിങ്ങളുമായിട്ട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുകയോ ഫോണിൽ വിളിക്കുകയോ ചെയ്തിട്ടായിരിക്കും. അപ്പൊ അതിനുശേഷമായിരിക്കും ഈ ക്ലാസ്സിലേക്ക് വന്നത്. അപ്പൊ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്ത പരസ്യം എന്ന് പറയുന്നത് ഈ പരസ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ താല്പര്യമുള്ളവരെ കാണിക്കുക, ബിസിനസ് ചെയ്യുന്നവരെ കാണിക്കുക, ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരെ കാണിക്കുക, ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരെ കാണിക്കുക.
അതുപോലെ തന്നെ ഈ മേഖലയിൽ ജോലി കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്കാണ്. ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ആണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പൊ നിങ്ങൾ ഈ ഏതെങ്കിലും കാറ്റഗറി വരുന്നവരാണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അതായത് ബിസിനസ് ചെയ്യുന്നവരാണോ, ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണോ, അതുപോലെ തന്നെ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ താല്പര്യമുള്ളവരാണോ, നിരവധി പേര് എസ് എന്ന് കമന്റ് ചെയ്യുന്നു. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരിലേക്ക് ഇത് എത്തിച്ചേരും. ഇതിനാണ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേയ്മെന്റ് അടച്ചാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ഇതൊരു പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ആണ്. ഓക്കെ ഓക്കെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ ഇവിടെ നമുക്ക് ബഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, മിനിമം ബഡ്ജറ്റ് എന്ന് പറയുന്നത് 86 അല്ലെങ്കിൽ 90 രൂപ ആ ഒരു റേഞ്ചിൽ ആരംഭിക്കുന്നതാണ്. ഒരു ദിവസത്തേക്ക് പരസ്യം ചെയ്യാൻ നമുക്ക് 86 രൂപയ്ക്കോ അല്ലെങ്കിൽ 90 രൂപയ്ക്കോ ആണെങ്കിലും സാധിക്കും, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് എത്ര ദിവസം വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും എത്ര ദിവസം വേണം എന്നുള്ളത്, എന്ന് മുതൽ എന്ന് വരെ വേണം എന്നുള്ളത്. അതുപോലെ തന്നെ ബഡ്ജറ്റ് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഓക്കെ, ബഡ്ജറ്റ് വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആൾക്കാരിലേക്ക് ഈ പരസ്യം എത്തിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കത് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും എത്ര രൂപ ബഡ്ജറ്റ് ഇട്ട് റൺ ചെയ്യണം, നമുക്ക് എത്ര ലീഡ്സ് വരുന്നുണ്ട്, എത്ര എൻക്വയറീസ് വരുന്നുണ്ട്. എൻക്വയറീസ് കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പേയ്മെന്റ് സെറ്റ് ചെയ്യുക. എൻക്വയറീസ് കുറയ്ക്കണമെങ്കിൽ ഇത് കുറയ്ക്കുക, നമ്മുടെ ബഡ്ജറ്റ് കുറയ്ക്കുക. എന്തായാലും മിനിമം ബഡ്ജറ്റ് 80-90 രൂപയ്ക്ക് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് പേയ്മെന്റ് അടയ്ക്കാൻ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്, ആഡ് ഫണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്ക്, ഗൂഗിൾ പേ, ഇങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡ് വഴി ഇതിനകത്തേക്ക് പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പരസ്യം ടാർഗറ്റ് ചെയ്ത ലൊക്കേഷനിലുള്ള ആൾക്കാരിലേക്ക് എത്തുകയും നമുക്ക് അതിൽ നിന്ന് എൻക്വയറീസ് ലഭിക്കുകയും അത് ബിസിനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇനി ഈ പരസ്യത്തിന് അടിയിലുള്ള ബട്ടണോ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ സെൻഡ് മെസ്സേജ് എന്നുള്ളത് സെൻഡ് വാട്സാപ്പ് മെസ്സേജ് ആക്കാം, ഫോൺ കോൾ വരുന്നതാക്കാം, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ആൾക്കാർ ഡേറ്റ സബ്മിറ്റ് ചെയ്യുന്ന ടൈപ്പ് ആക്കാം. ഈ രീതിയിലൊക്കെ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനാണ് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉള്ള ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. ഇത് തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഫേസ്ബുക്കിലുണ്ട്. ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ ഫേസ്ബുക്കിലുണ്ട്. ഈ ആഡ്സ് മാനേജർ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം. ഫേസ്ബുക്കിന്റെ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ്സ് മാനേജർ എടുക്കാൻ സാധിക്കും. ആഡ്സ് മാനേജർ എടുക്കുന്ന സ്ഥലം ഞാൻ ഇവിടെ കാണിക്കാം. ഫേസ്ബുക്കിന്റെ ഹോം പേജിലേക്ക് വരിക. ഹോം പേജിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇടതുവശത്ത് നമുക്ക് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാൻ സാധിക്കും. സി മോറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഭവം കാണാൻ സാധിക്കും. ഈ ആഡ്സ് മാനേജറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാനൽ തന്നെ ഫേസ്ബുക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ പല ആഡ്സ് മാനേജർ അക്കൗണ്ടുകളിൽ ഒരെണ്ണമാണ്. നോക്കി, ഈ ഒരു ആഡ്സ് മാനേജറിനകത്ത് ഏതാനും ചില ആഡുകൾ റൺ ചെയ്തിരിക്കുന്നതും അതിന്റെ റിസൾട്ടും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് റൺ ചെയ്യാറുള്ളത് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ പ്രൊമോഷൻസ് റൺ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മഹീന്ദ്ര ഹോം ലോൺസിന്റെ ആഡുകൾ റൺ ചെയ്യാറുണ്ട്. മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനിക്ക് ഹോം ലോൺ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓക്കെ, മഹീന്ദ്ര ഹോം ലോണിന്റെ കൊച്ചി, കണ്ണൂർ, ട്രിവാൻഡ്രം ഒക്കെ ലൊക്കേറ്റ് ചെയ്ത ആഡ് റൺ ചെയ്തിരിക്കുന്നതും അതിന്റെ റിസൾട്ടുമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ലീഡ് കണ്ടെത്താൻ 2 രൂപ 81 പൈസ. അതായത് ഒരു കസ്റ്റമർ ലീഡ് കണ്ടെത്താൻ വന്നിരിക്കുന്ന കോസ്റ്റ് ആണ് 3 രൂപ 69 പൈസ, 6 രൂപ 23 പൈസ. ഓൺ ആവറേജ് ഒരു കസ്റ്റമർ ലീഡ് കണ്ടെത്താൻ 5 രൂപയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 16,000-ഓളം രൂപ മുടക്കിയപ്പോൾ 3,363 എൻക്വയറീസ് ആണ് ലഭിച്ചിരിക്കുന്നത്. 20 ലക്ഷം, 30 ലക്ഷം, 50 ലക്ഷം ഒക്കെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എൻക്വയറീസ് ആണ്. എന്ന് പറഞ്ഞാൽ 5 രൂപയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ലീഡ്സ് കണ്ടെത്താൻ സാധിക്കും, പ്രോപ്പറായിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഇത് സ്വന്തം ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്ത് കൊടുക്കാം. മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഒരു സർവീസ് ചാർജ്, നല്ലൊരു സർവീസ് ചാർജ് ഈടാക്കാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ആക്ച്വലി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗിന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ബിസിനസ്സും വിജയിപ്പിക്കാൻ സാധിക്കും, പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേപോലെയുള്ള അഡ്വർടൈസ്മെന്റുകളിൽ മാക്സിമം റിസൾട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ മനസ്സിലാക്കണം. എങ്ങനെയാണ് അതിന്റെ ടാർഗറ്റിംഗ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് പിന്നെ ആ ക്രിയേറ്റീവ്സ് എങ്ങനെ നിർമ്മിക്കാം എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാക്സിമം റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇനി ഇതിനാവശ്യമായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻവ ഉപയോഗിക്കാൻ സാധിക്കും. ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് ഡിസൈനുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ക്യാൻവയ്ക്കകത്ത് ഒരുപാട് ഡിസൈൻസ് പല ബിസിനസ്സിനുള്ളത് ഉണ്ടെന്ന് ഞാൻ അവിടെ കാണിച്ചു. ഇനി ഇതിനാവശ്യമായിട്ടുള്ള വേർഡിങ്സ്, ഇതിനാവശ്യമായിട്ടുള്ള നല്ല പരസ്യവാചകങ്ങളും വേർഡിങ്സും ഉണ്ടാക്കാനും നമുക്ക് AI ടൂളുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അതിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അങ്ങനെയുള്ള ടൂൾസ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എസ് എന്ന് കമന്റ് ചെയ്യാം. കണ്ടന്റ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള വേർഡിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് റെഡിയാണ്. യെസ്, ഓക്കെ. അതിന് നമുക്ക് ചാറ്റ് GPT, ജെമിനി, അതേപോലെ തന്നെ ഈ അടുത്ത
സമയത്ത് ഇറങ്ങിയ ഡീപ് സീക്ക് എന്ന് പറയുന്ന ടൂളുകൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഡീപ് സീക്ക് എന്ന് പറയുന്ന ചൈനയുടെ ഒരു ടൂൾ ഇപ്പം റീസെന്റ് ഇറങ്ങിയത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഓക്കെ, ChatGPT എന്ന് പറയുന്നത് ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയതാണ്. ജെമിനി എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെതാണ്. ഓക്കെ, ഗൂഗിളിൻ്റെതാണ് ജെമിനി എന്ന് പറയുന്നത്. ഇപ്പോൾ റീസെന്റ് വന്നതാണ് ഡീപ് സീക്ക് എന്ന് പറയുന്നത്. ഡീപ് സീക്ക് എന്ന് പറയുന്ന AI ടൂള്. ഈ ടൂളുകളൊക്കെ നമുക്ക് കണ്ടന്റ് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, കണ്ടന്റ് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ജസ്റ്റ് കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് എഴുതി തരും കണ്ടന്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏതിലാണോ കണ്ടന്റ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇപ്പൊ ഇംഗ്ലീഷിൽ ആദ്യം ഒരു കണ്ടന്റ് എഴുതുന്ന ഒരു മിനിറ്റിൽ കാണിക്കാം. അപ്പൊ ഞാനിവിടെ ChatGPT ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ChatGPT നിങ്ങൾ പലരും ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ChatGPT എന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. chatgpt.com എന്ന സൈറ്റ് ലഭിക്കും. chatgpt.com ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. നമ്മൾ ഇതിനകത്തേക്ക് വന്നതിന് ശേഷം കമാൻഡ് കൊടുക്കുമ്പോൾ ഇത് നമുക്ക് കണ്ടന്റ് എഴുതി തരും. അപ്പൊ നമുക്ക് നിർമ്മിക്കേണ്ടത് ഒരു ഇന്റീരിയർ ഡിസൈൻ കമ്പനിയുടെ പോസ്റ്റർ ആണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പൊ എന്റെ കമാൻഡ് നോക്കിയോളൂ. ക്രിയേറ്റ് എ ഫേസ്ബുക്ക് പോസ്റ്റ് ഫോർ മൈ ഇന്റീരിയർ ഡിസൈൻ കമ്പനി ഇന്റർ ഡെക്കർ ടാർഗറ്റിംഗ് റെസ്റ്റോറന്റ് ഓണേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇന്റീരിയർ ഡിസൈൻ കമ്പനി പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കണ്ടന്റ് ഒക്കെ ഇത് എഴുതി തരും. ട്രാൻസ്ഫോം യുവർ റെസ്റ്റോറന്റ് വിത്ത് ഇന്റർ ഡെക്കർ ഹെഡ്ലൈൻ. അതേപോലെ തന്നെ നോക്കി അതിന് എന്തെല്ലാം പോയിന്റുകളാണ് കസ്റ്റമറെ അട്രാക്ട് ചെയ്യാനുള്ളത്. നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് ഹാഷ് ടാഗുകൾ വരെയാണ് അത് എഴുതി തന്നിരിക്കുന്നത്. ഹാഷ് ടാഗുകൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ നല്ല റീച്ച് കിട്ടണമെങ്കിൽ ഇതേപോലെ ഹാഷ് ചേർത്തിട്ടുള്ള വേർഡുകൾ കൊടുക്കണം. ഹാഷ് ടാഗുകൾ അത് ഉൾപ്പെടെയാണ് എഴുതി തന്നിരിക്കുന്നത്. ഇനി ഇത് മലയാളത്തിൽ വേണമെങ്കിലോ ഈ കണ്ടന്റ് നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ ഇൻ മലയാളം എന്നും കൂടെ അവസാനം ചേർത്താൽ മതി. നമുക്ക് ഇൻ മലയാളം എന്നും കൂടെ അവസാനം കമാൻഡിൽ ചേർക്കുക. ഈ കണ്ടന്റ് നമുക്കത് മലയാളത്തിൽ എഴുതി തരും. ഓക്കെ, ഞാനിത് ഇവിടെ കൊടുക്കുകയാണ് ഇൻ മലയാളം. നോക്കി അത് മലയാളത്തിൽ കണ്ടന്റ് എഴുതിക്കൊണ്ടേ. നോക്കിയാൽ നിങ്ങളുടെ റെസ്റ്റോറന്റിന് ആകർഷകമായ ഇന്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞ് മലയാളത്തിലാണ് കണ്ടന്റ് എഴുതി തന്നിരിക്കുന്നത്. ഇത് നമുക്ക് ChatGPT ഉപയോഗിച്ചും അതേപോലെ തന്നെ ജെമിനി ഉപയോഗിച്ചും ഇപ്പൊ ഈ റീസെന്റ് ഇറങ്ങി ഡീപ് സീക്ക് ഉപയോഗിച്ചുകൊണ്ടും എഴുതാൻ സാധിക്കുന്നതാണ്. ജെമിനിയിൽ ഞാൻ ഒരു മിനിറ്റിൽ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പൊ നമുക്ക് പരസ്യവാചകങ്ങൾ ഉണ്ടാക്കുന്നിരിക്കട്ടെ. പരസ്യവാചകങ്ങൾ ഇപ്പൊ വലിയ പൈസ കൊടുത്തൊക്കെ ഉണ്ടാക്കുന്ന പരസ്യവാചകങ്ങൾ പോലും നമുക്ക് ഇതിനകത്ത് കമാൻഡ് കൊടുത്ത് പെട്ടെന്ന് നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പൊ മഞ്ജു വാര്യരും പിന്നെ അതേപോലെ മോഹൻലാലൊക്കെ വന്നിട്ട് മൈജിയെ പറ്റി പറയുന്ന കേട്ടില്ലേ, മൈജി വേറെ റേഞ്ച് ആണെന്നൊക്കെ പറയുന്നത്. ഇതേപോലെയുള്ള പരസ്യവാചകങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഈ ജെമിനി ഉപയോഗിച്ചൊക്കെ നിർമ്മിക്കാൻ സാധിക്കും. നമുക്കൊരു പരസ്യവാചകം ജസ്റ്റ് ഒരു മിനിറ്റിൽ ഒരെണ്ണം നിർമ്മിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അതിന് ടാഗ് ലൈൻസ് എന്ന് കൊടുത്താൽ മതി. ടാഗ് ലൈൻസ് നമുക്കറിയാം. ടാഗ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യവാചകത്തിനാണ് ടാഗ് ലൈൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പൊ ഞാനിവിടെ ഒരു ഫുട്വെയർ ബിസിനസ്സിനുള്ള പരസ്യവാചകമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫുട്വെയർ ബിസിനസ്, ചെരുപ്പിന്റെ ബിസിനസ് ആണ്. ഓക്കെ, ക്രിയേറ്റ് 10 ടാഗ് ലൈൻസ് ഫോർ മൈ ഫുട്വെയർ ബിസിനസ് ഇൻ മലയാളം. മലയാളം എന്ന് കൂടെ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ തന്നെ എഴുതി തരും. ഇതിന് നമുക്ക് ChatGPT ഉപയോഗിക്കാം. തൽക്കാലം ഞാനിവിടെ ജെമിനി ഉപയോഗിക്കാം. ഓക്കെ, ജെമിനി ഗൂഗിളിൻ്റെതാണ്. ChatGPT പോലെയുള്ള മറ്റൊരു ടൂളാണ് ജെമിനി എന്ന് പറയുന്നത്. അപ്പൊ ജെമിനി ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തു. ജെമിനിക്കകത്ത് ഞാൻ ഇവിടെ കമാൻഡ് കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം എൻ്റർ അടിച്ചു. ഓക്കെ, അതാ അവിടെ 10 പരസ്യവാചകങ്ങൾ അത് എഴുതുന്നത്. എന്തിനാണ് 10 ചോദിക്കുന്നത്? 10 ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞു. ഓരോ ചുവടിലും സുഖം. ഓക്കെ, ചെരുപ്പിന് പറ്റിയൊരു സംഗതിയാണ് ഓരോ ചുവടിലും സുഖം. അതേപോലെ ഓക്കെ, പുതിയ ട്രെൻഡ്, ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഇവിടെ, ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ആർ ഹിയർ. ഓക്കെ, ഇങ്ങനെ നമുക്ക് പരസ്യവാചകങ്ങൾ എഴുതി തരും. ഇനി ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും 10 മോർന്നോ 20 മോർന്നോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അത് വീണ്ടും എഴുതി തരും. ഇത് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കും. നമ്മൾ കൊടുക്കുന്ന കമാൻഡ് അനുസരിച്ച് ഒരു മടിയും കൂടാതെ ഇതിങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ കണ്ടന്റ് എഴുതാനോ പരസ്യവാചകം ഉണ്ടാക്കാനോ പോസ്റ്ററുകൾ ഉണ്ടാക്കാനോ പവർ പോയിന്റ് പ്രസന്റേഷൻ നിർമ്മിക്കാൻ എല്ലാത്തിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറേയധികം ടൂൾസ് കാണാനുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ തരുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി വരാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇവിടെ കാണിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാം എന്താണ്, അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. അതിനുശേഷം വരുന്ന സംഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ നിർമ്മിക്കുന്നത്, അല്ല അടിപൊളി വീഡിയോ ഒക്കെ
നിങ്ങൾക്ക് 2-3 മിനിറ്റിനുള്ളിലൊക്കെ നിർമ്മിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലത്തെ വീഡിയോകളൊക്കെ 2-3 മിനിറ്റ് കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും. അതിനുള്ള AI ടൂളുകൾ അവൈലബിൾ ആണ്. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നുകൂടെ കേൾപ്പിക്കാം. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു AI അവതാർ ആണ്. അപ്പൊ ഇതേപോലെയുള്ള അവതാർ വീഡിയോകളൊക്കെ നമുക്ക് AI ഉപയോഗിച്ചുകൊണ്ട് 2-3 മിനിറ്റ് കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ മറ്റു ചില ടൂളുകളൊക്കെ നമ്മൾ അല്പസമയത്തിനുള്ളിൽ കാണുന്നുണ്ട്. അതിനു മുമ്പ് എന്ത് ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സക്സസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ചില സക്സസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നും കൂടെ ഞാനൊന്ന് അവതരിപ്പിക്കാം. അതുപോലെ എന്താണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ളത് ഞാനിവിടെ കാണിക്കാം. ഓക്കെ, ആക്ച്വലി നമ്മുടെ ഡിജിറ്റൽ മാഗ്നറ്റ് ട്രെയിനിങ് സെന്റർ എന്ന ട്രെയിനിങ് സെന്റർ ആരംഭിച്ചത് 2016 ഇപ്പൊ 2016 മുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് 2 വർഷം മുമ്പാണ് ആരംഭിച്ചത്. ഓക്കെ, അപ്പൊ ഈ സ്ഥാപനം ആരംഭിക്കുന്ന സമയത്ത് 2 സ്റ്റാഫുകളെ ഉള്ളായിരുന്നു. ഇപ്പൊ നമുക്ക് 42 സ്റ്റാഫുകളുണ്ട്. 2020 വരെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഓഫ്ലൈൻ ആയിരുന്നു. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും ക്ലാസ്സുകൾ എടുക്കുന്ന വീഡിയോകൾ. ഇതേപോലെ ഓരോ ഹോട്ടലുകളിൽ വെച്ചായിരുന്നു പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടിരുന്നത്. കോവിഡിന് ശേഷം എല്ലാം നമ്മൾ ഓൺലൈനിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതാണ് ആക്ച്വലി സ്ഥാപനത്തിന്റെ ഒരു തുടക്കവും അതിന്റെ ഒരു വളർച്ചയെ പറ്റി ഞാൻ പറഞ്ഞത്. മാത്രമല്ല 10,000-ലധികം പെയ്ഡ് പാർട്ടിസിപ്പൻസിനെ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. അതിന്റെ കണക്കുകൾ ഞാൻ ഇവിടെ കാണിക്കാം. യഥാർത്ഥത്തിൽ അത്രയധികം പെയ്ഡ് പാർട്ടിസിപ്പൻസിനെ എങ്ങനെ കണ്ടെത്താൻ സാധിച്ചു? അതിന് ഉപയോഗിച്ച ചില ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് നിങ്ങളുടെ ഏത് ബിസിനസ്സിന് അപ്ലൈ ചെയ്താലും വിജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിൽ അപ്ലൈ ചെയ്താലും വിജയിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ആ ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഞാനത് ഇവിടെ കാണിച്ചു തരാം. എന്താണ് ആ ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ്? നമ്മുടെ സ്ഥാപനം എങ്ങനെ യഥാർത്ഥത്തിൽ 2 സ്റ്റാഫിൽ നിന്ന് 42 സ്റ്റാഫിലേക്ക് എത്തിക്കാൻ സാധിച്ചു? അതേപോലെ തന്നെ ഈ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ എങ്ങനെ 10,000-ലധികം പെയ്ഡ് പാർട്ടിസിപ്പൻസിനെ കണ്ടെത്താൻ സാധിച്ചു? അതിനെന്താണ് അപ്ലൈ ചെയ്തിട്ടുള്ള ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത്? 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ആണ് അതിന് അപ്ലൈ ചെയ്തത്. അത് നിങ്ങളുടെ ബിസിനസ്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിജയിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത്, ഏത് ബിസിനസ്സിനകത്താണെങ്കിലും 3 എൻറ്റിറ്റീസ് ഉണ്ടായിരിക്കും. അതിൽ വിൻ 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 എന്ന് പറയുന്ന ബിസിനസ് സക്സസ്. വിൻ വിൻ വിൻ, അതായത് ഏത് ബിസിനസ്സിനകത്താണെങ്കിൽ കസ്റ്റമർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. കസ്റ്റമർ വിൻ ചെയ്യണം. നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ കൊണ്ട് കസ്റ്റമർ വിൻ ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും കസ്റ്റമർ നമ്മുടെ കൂടെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള പ്രോഡക്റ്റ് കൊടുക്കുകയും നല്ല സപ്പോർട്ട് സർവീസും കൊടുത്തുകൊണ്ടേയിരിക്കുക, അവരെ കൂടെ നിർത്തുക. രണ്ടാമത്തെ എംപ്ലോയീസിന് കൃത്യസമയത്ത് സാലറി ഇൻസെന്റീവ് ഒക്കെ കൊടുത്ത് കൂടെ നിർത്തുകയാണെങ്കിൽ അവരും വിൻ ചെയ്യും എന്നുള്ളതാണ്. മൂന്നാമത്തത് സപ്ലൈസ്, നമുക്ക് മറ്റ് പ്രോഡക്റ്റോ സർവീസോ ഒക്കെ സപ്ലൈ ചെയ്യുന്ന കമ്പനികളുണ്ടെങ്കിൽ അവരെയും നമ്മൾ കൂടെ നിർത്തുക. സ്വാഭാവികമായിട്ടും നമ്മൾ വിൻ ചെയ്യും. വിൻ 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 എന്ന് പറയുന്ന ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ. രണ്ടാമത്തത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഗതിയാണ്, ഒരു കസ്റ്റമർക്ക് ഒരു അഫോർഡബിൾ റേറ്റിൽ ലോങ് ടൈമിൽ നിലനിർത്തുക. ഓക്കെ, ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ ആണ് നമ്മൾ കണക്കാക്കേണ്ടത്, അല്ലാതെ വൺ ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ അല്ല. ഒരു കസ്റ്റമർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ കസ്റ്റമറായി തുടരണം എന്നുള്ള രീതിയിൽ നമ്മൾ അവരുമായിട്ട് ഡീൽ ചെയ്യുക. അപ്പൊ ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി അപ്ലൈ ചെയ്യുക. നമുക്കറിയാം ടെക്നോളജി ഓരോ ദിവസം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലായിക്കോട്ടെ, ഡിജിറ്റൽ മാർക്കറ്റിംഗിലായിക്കോട്ടെ, അത് നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര കോമ്പറ്റീറ്റേഴ്സ് വന്നാലും നമുക്ക് പേടിക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ 3 സക്സസ് പ്രിൻസിപ്പിൾസ് ആണ് ആക്ച്വലി നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സക്സസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിലൂടെയാണ് ആക്ച്വലി നമുക്ക് അത്രയധികം റിസൾട്ട് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ അവതരിപ്പിക്കുന്നത്. ഇനി എന്താണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ളത് അവതരിപ്പിക്കാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് മറ്റ് ടോപ്പിക്കുകളിലേക്കും കടക്കാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ChatGPT ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഓക്കെ, ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 വർഷമാണ് ഇതിന്റെ ഡ്യൂറേഷൻ എങ്കിലും നിങ്ങൾക്ക് 2 മാസം കൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കുകളും പഠിക്കാൻ സാധിക്കും. കാരണം 2 മാസം കൊണ്ട് തന്നെ എല്ലാ ലൈവ് ടോപ്പിക്കുകളെല്ലാം ലൈവ് ക്ലാസ്സുകളിലൂടെ കവർ ചെയ്യും. പിന്നെ എന്താണ് ഈ 1 ഇയർ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ 1 ഇയർ വരെ ഈ ക്ലാസിന്റെ റെക്കോർഡിങ്സ് ലഭിക്കും. അതുപോലെ തന്നെ 1 വർഷത്തേക്ക് ഈ ക്ലാസിന്റെ ഭാഗമായിട്ട് സപ്പോർട്ട് ലഭിക്കും. സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 6 സപ്പോർട്ട് സ്റ്റാഫുകളുണ്ട്. ഈ സപ്പോർട്ട് സ്റ്റാഫുകളെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഫോൺ നമ്പറും വാട്സാപ്പ് നമ്പറും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സെപ്പറേറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് പ്രകാരം 1 വർഷത്തേക്ക് സപ്പോർട്ട് ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. രണ്ടാമത്തെ, ഇതിനകത്തൂടെ നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും.
അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡുകൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. AI ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേഷൻ, അതിനാവശ്യമായിട്ടുള്ള കമാൻഡുകൾ കൊടുക്കുന്നതൊക്കെ ചെയ്ത് പഠിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ AI ബേസ്ഡ് ആയിട്ടുള്ള ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന 2 ടൂൾസ് ഞാൻ ഇവിടെ കാണിച്ചു. ഇതേപോലെ പല ടൂളുകളും വളരെ ഈസി ആയിട്ട് നമുക്ക് പോസ്റ്ററും ലോഗോയും ഒക്കെ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്ന ടൂളുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. വേറൊരു ഗ്രാഫിക് ഡിസൈനറെ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ആമസോണിലൂടെ ബുക്കുകൾ ക്രിയേറ്റ് ചെയ്ത് സെല്ല് ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളത് ഞാൻ അല്പസമയത്തിനുള്ളിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ AI ബേസ്ഡ് ആയിട്ടുള്ള യൂട്യൂബ് മാർക്കറ്റിംഗ്, ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനകത്ത് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അത് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കുന്നത്, അതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത് എങ്ങനെ, AI ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ ക്രിയേഷൻ, മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ജോബ് കണ്ടെത്തുന്നത്, AI ഉപയോഗിച്ചുകൊണ്ട് ജോബ് കണ്ടെത്തുന്നത്, അതുപോലെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലാതെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൂളുകൾ. ഇപ്പോൾ ഞാനിവിടെ കാണിച്ച മിക്സോ മാത്രമല്ല, വേർഡ് പ്രസ് എന്ന് പറയുന്ന ഒരു അടിപൊളി ടൂളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നല്ല പ്രൊഫഷണൽ വെബ്സൈറ്റുകൾ നിർമ്മിക്കാം. അതേപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്, AI ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടോപ്പ് 25 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ്, 25 കൂടുതൽ ടൂൾസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ടൂളുകൾ പഠിക്കാൻ സാധിക്കും. ChatGPT ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ സാധിക്കും. എങ്ങനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് കമാൻഡുകൾ കൊടുക്കാം, ഏതൊക്കെ രീതിയിലാണ് കമാൻഡുകൾ നിർമ്മിക്കേണ്ടത് പഠിക്കാൻ സാധിക്കും. ഇതെല്ലാം ഇതിൽ വരുന്ന ടൂളുകളാണ്. DALL-E 2, DALL-E 3, DID, മിഡ്ജേണി, ഹെയ്ജൻ, പിക്ടോറി, ഇങ്ങനെ നിരവധി ടൂളുകൾ ഇതിന്റെ ഭാഗമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ 16ഓളം മോഡ്യൂൾസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ബിസിനസ് ചെയ്യുന്നവർക്കുള്ളതുണ്ട്. സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ, ജോലിയിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ളത്, അതുപോലെ തന്നെ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ടൂളുകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ വരുന്നത് എല്ലാ തിങ്കളാഴ്ചയും 7:30 മുതൽ 9:30 വരെയാണ് ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ വരുന്നത്. അങ്ങനെ 8 ലൈവ് ക്ലാസ്സുകൾ തിങ്കളാഴ്ചകളിൽ വരും. അതുകൂടാതെ ഫ്രൈഡേസിൽ സെപ്പറേറ്റ് ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. അതുകൂടാതെ എല്ലാ മാസങ്ങളിലും നടക്കുന്ന മെഗാ മീറ്റപ്പുകളിലും പങ്കെടുക്കാൻ സാധിക്കും. മെഗാ മീറ്റപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പെയ്ഡ് ബാച്ചിലുള്ളവരെല്ലാവരും കൂടെ ഒന്നിക്കുന്ന ഒരു മെഗാ മീറ്റിംഗ് ആണ്, ഓൺലൈൻ മീറ്റിംഗ് ആണ് ഈ മെഗാ ബിസിനസ് മീറ്റപ്പ് എന്ന് പറയുന്നത്. ഇതിലൂടെ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജോലിക്ക് ആളിനെ എടുക്കാൻ സാധിക്കും, ജോലി കൊടുക്കാൻ സാധിക്കും, പ്ലേസ്മെന്റ് സപ്പോർട്ട് ഇതിന്റെ ഭാഗമായിട്ട് ലഭിക്കും, ബിസിനസ് ഐഡിയകൾ ഷെയർ ചെയ്യാൻ സാധിക്കും, പാർട്ട്നേഴ്സിനെ കണ്ടെത്താൻ സാധിക്കും. ഇതെല്ലാമാണ് മെഗാ മീറ്റപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ മിനിമം 28 ലൈവ് സെഷൻസ് ഇതിന്റെ ഭാഗമായിട്ട് ലഭിക്കും. മാത്രമല്ല ഈ ക്ലാസ്സുകളുടെ എല്ലാം റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ലഭിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഏതെങ്കിലും ക്ലാസ് മിസ്സായാലും പേടിക്കേണ്ട ആവശ്യമില്ല. ആ ക്ലാസ്സിന്റെ എല്ലാ റെക്കോർഡിങ്സും നിങ്ങൾക്ക് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ലഭിക്കും. ലേണിംഗ് പ്ലാറ്റ്ഫോം ഞാൻ ഇവിടെ കാണിക്കാം. അപ്പോൾ അവിടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാനും പഠിക്കാനും സാധിക്കും. ഓരോ ക്ലാസ്സിന്റെയും റെക്കോർഡിങ്സ് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഇതിന് മുമ്പത്തെ 2 വർഷത്തെ ബാച്ചുകളുടെ റെക്കോർഡിങ്സ് ആൾറെഡി ഇതിനകത്തുണ്ട്. ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആ വീഡിയോസ് കണ്ടു തുടങ്ങാൻ സാധിക്കുന്നതാണ്. ഈ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ പോകുന്ന, ഫ്യൂച്ചറിൽ പഠിപ്പിക്കാൻ പോകുന്ന ക്ലാസ്സുകൾ നേരത്തെ കാണാൻ ഇതിനകത്ത് ഓൾറെഡി ഇതിനു മുമ്പുള്ള ബാച്ചിന്റെ റെക്കോർഡിങ്സ് ഉണ്ട്. പുതിയ പുതിയ ബാച്ചുകളിൽ ഏറ്റവും പുതുതായിട്ട് വരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളും ഉൾപ്പെടുത്തും. ഓക്കെ, ഇപ്പൊ റീസെന്റ് വന്ന ഡീപ് സീക്ക് പോലെയുള്ള ടൂളുകൾ പുതിയ ബാച്ചിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലാണ് ആക്ച്വലി ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഇതിനകത്ത് മറ്റെന്തൊക്കെ ബോണസുകൾ ഉണ്ടെന്ന് പറയാം. സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് 2 മാസം കഴിയുമ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. മെയിൻ കോഴ്സായ ChatGPT ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സിനോടൊപ്പം തന്നെ ബോണസ് കോഴ്സുകൾ ലഭിക്കും. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മാസ്റ്ററി എന്നുള്ള കോഴ്സ്, അതേപോലെ തന്നെ ഓൺലൈൻ മണി മേക്കിംഗ് മാസ്റ്ററി എന്നുള്ള കോഴ്സ് ലഭിക്കും. കൊമേഴ്സ് മാസ്റ്ററി, പ്രൊഡക്റ്റുകൾ ഉള്ളവർക്ക് സെല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൊമേഴ്സ് മാസ്റ്ററി കോഴ്സ് ഇതിന്റെ കൂടെ ലഭിക്കും. വീഡിയോ ക്രിയേഷൻ ആൻഡ് യൂട്യൂബ് മാസ്റ്ററി എന്നുള്ള കോഴ്സും ഇതിന്റെ കൂടെ തന്നെ ബോണസ് കോഴ്സായിട്ട് ലഭിക്കുന്നതാണ്. ChatGPTയുടെ പ്രോംപ്റ്റുകളുടെ ലിസ്റ്റ് ഇതിന്റെ കൂടെ തന്നെ ലഭിക്കും. അപ്പോൾ ഇത് കൂടാതെ മറ്റു ചില സോഫ്റ്റ്വെയറുകൾ, ഇപ്പൊ ക്യാംറ്റേഷ്യ സ്റ്റുഡിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ഇത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നത് പഠിക്കാൻ സാധിക്കും. ഈ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും ഇതിന്റെ കൂടെ ലഭിക്കും. ഈ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നിങ്ങൾ ഓൺലൈനിൽ മേടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏതാണ്ട് 17,000 രൂപയാണ് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ക്യാംറ്റേഷ്യ സ്റ്റുഡിയോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സൈറ്റ് ലഭിക്കും. ഇതിന്റെ ലൈഫ് ടൈം ലൈസൻസ് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കും. ലൈഫ് ടൈം ലൈസൻസ് ആണ്, 1 ഇയർ ലൈസൻസ് അല്ല, ലൈഫ് ടൈം ലൈസൻസ് ആണ് ലഭിക്കുന്നത്. ക്യാംറ്റേഷ്യ എസെൻഷ്യൽസ് 17,682 രൂപയാണ് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷന്റെ പ്രൈസ്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നത് പഠിക്കും, അത് സോഫ്റ്റ്വെയറിന് ലഭിക്കും. ക്യാൻവ എന്ന് പറയുന്ന ഒരു ടൂൾ ഞാൻ ഇവിടെ പറഞ്ഞത്, ക്യാൻവയുടെ പ്രീമിയം ഗ്രാഫിക്സ് ബണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. അത് പെയ്ഡ് ടെംപ്ലേറ്റ്സിന്റെ ബണ്ടിൽ ലഭിക്കും. 2 വർഷത്തേക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള കണ്ടന്റ് ഐഡിയകൾ, കണ്ടന്റ് കലണ്ടർ ലഭിക്കും. അതുകൂടാതെ ഞാൻ ഈ പറഞ്ഞ മറ്റെല്ലാ കാര്യങ്ങളും, സപ്പോർട്ടും, അതുപോലെ തന്നെ മെഗാ മീറ്റപ്പ്, സർട്ടിഫിക്കറ്റ്, ബോണസ് കോഴ്സുകൾ,
ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 72,500 ആണ് ഈ കോഴ്സിന്റെ വാല്യൂ വരുന്നത്. എങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത് 14,500 മാത്രമാണ് ഇതിലെ ആക്ച്വൽ ഫീസ് വരുന്നത്. അതിൽ തന്നെ ഒരു സ്പെഷ്യൽ ഓഫർ ആദ്യം ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് ലഭിക്കും. അത് 6,500 മാത്രമാണ്. 6,500 ഈ ഒരു 1 ഇയർ കോഴ്സും അതുപോലെ തന്നെ ഈ 1 ഇയർ ക്ലാസ് റെക്കോർഡിങ്സും ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകളും സപ്പോർട്ടും ലഭിക്കുന്നതാണ്. ഈ ഒരു ഓഫർ ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ ബന്ധപ്പെടാം, അല്ലെങ്കിൽ നിങ്ങളെ എക്സിക്യൂട്ടീവ് നിങ്ങളുമായിട്ട് കോൺടാക്റ്റിലുള്ള എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓഫർ ഫീസ് എന്ന് പറയുന്നത് only 6,500 ഫോർ ഫസ്റ്റ് 10 ബുക്കിംഗ്സ്. ഓക്കെ, ഇനി മറ്റൊരു സംഗതി കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. പെയ്ഡ് കോഴ്സിലേക്ക് വരുന്നവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ഒക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേൺ ആൻഡ് ഏൺ സംവിധാനത്തിലൂടെ ഇൻസെന്റീവ്സ് ലഭിക്കും. അപ്പൊ ഈ കോഴ്സിലേക്ക് മുടക്കിയ പൈസ തന്നെ 2-3 പേരെ ഇതിലേക്ക് റെഫർ ചെയ്ത് അവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതാണ്. അപ്പൊ അത് പ്രകാരം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ ആഴ്ചകളിലും നിങ്ങൾക്ക് ഒരു ഇൻകം ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു അഫിലിയേറ്റ് സിസ്റ്റം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിവിടെ കാണിക്കാം. അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം, മറ്റു ടോപ്പിക്കുകളിലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻസ് ഉള്ളവർ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ അൺമ്യൂട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം, നിങ്ങൾ ഏത് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത് ആ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് അതിനകത്ത് മെസ്സേജ് ഇടുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് അവർക്ക് മെസ്സേജ് അയക്കുക, അത് ക്ലിക്ക് ചെയ്ത് അവർക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഓൾറെഡി അവരുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി, അവരതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും. പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് ഇന്ന് തന്നെ ആഡ് ചെയ്യും. പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് എത്തുമ്പോൾ സപ്പോർട്ട് സ്റ്റാഫുകളുടെ നമ്പറുകൾ കാണാൻ സാധിക്കും, ക്ലാസിന്റെ ഷെഡ്യൂൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ആക്സസ്, ഞാൻ നേരത്തെ പറഞ്ഞ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ആക്സസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ലഭിക്കും. ലോഗിൻ ചെയ്ത് ഇന്ന് തന്നെ പഠനം ആരംഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉള്ളവർ ചാറ്റ് വീഡിയോയിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമർ കൂടെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമർ കൂടെ സെറ്റ് ചെയ്യാം. ഓക്കെ, 6,500. ഓക്കെ, ക്വസ്റ്റ്യൻ ഉള്ളവർ ചാറ്റ് വീഡിയോയിൽ ചോദിക്കാം. ഓക്കെ, നമ്മുടെ ഒരു ചിലർ ഇൻട്രസ്റ്റഡ് എന്ന് മെസ്സേജ് അയക്കുന്നു. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിന് മെസ്സേജ് അയക്കുക. നിങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നായിരിക്കും വന്നിരിക്കുന്നത്. ഹാൻഡ് റൈസ് ചെയ്തവർക്ക് ഞാനിപ്പോൾ അൺമ്യൂട്ട് ചെയ്ത് തരുന്നുണ്ട്. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, 20 മിനിറ്റ്സിന്റെ ഒരു ടൈമർ കൂടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡോക്ടർ ടിൻഡു ജോസ് അൺമ്യൂട്ട് ചെയ്യാം. അടുത്തത് ബിജു ജോർജ് ആണ്. ബിജു ജോർജ് സാർ അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഹൗ മച്ച് ഈസ് എ ഫീസ് ടോട്ടൽ ചോദിക്കുന്നുണ്ട്. 6,500 ആണ് ഓഫർ ഫീസ്, 6,500. ആ, ചോദിച്ചോളൂ സാർ. നമുക്ക് ഈ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും? അതെ, ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ചാറ്റ് GPT, ജെമിനി പോലെയുള്ള ടൂളുകളിൽ നിന്ന് നമുക്ക് സിഗ്നൽസ് എടുക്കാൻ സാധിക്കും. അതായത് ഏറ്റവും ബെസ്റ്റ് ഷെയർസ് അത് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും. അതേപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിൽ പോലും ഏത് ഷെയർസ് ചൂസ് ചെയ്യണം എന്നുള്ളതിനുള്ള സജഷൻസ് ഒക്കെ ചാറ്റ് GPT, ജെമിനി പോലുള്ള ടൂളുകൾ തരും. പിന്നെ ഇപ്പം എന്ന് പറയുന്ന അൽഗോ ട്രേഡിംഗ് എന്ന് പറഞ്ഞ് ട്രേഡിംഗ് ടൂൾസ് തന്നെ അവൈലബിൾ ആണ്. AI ട്രേഡിംഗ് ടൂൾസ് തന്നെ അവൈലബിൾ ആണ്. അത് നമുക്ക് ചാറ്റ് GPTയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി തരും. ആ രീതിയിലെല്ലാം ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ബിജു ജോർജ് സാർ. സാർ, ഞാനാണ് സംസാരിച്ചത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഡോക്ടർ ടിൻഡു ജോസ് അൺമ്യൂട്ട് ചെയ്യാം. ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ, ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഈ എയുടെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? അതായത് ഈ കോഴ്സിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണോ? ടോട്ടൽ. അതെ അതെ, അതായത് ഈ കോഴ്സിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത് എല്ലാ തിങ്കളാഴ്ച. അതല്ല, ലൈവ് ക്ലാസ് നടക്കുന്ന ടൈമിങ്ങും ഡേറ്റും എല്ലാം ഞാൻ ചോദിച്ചതിനകത്തേക്ക്, അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ചോദിച്ചതിനകത്തേക്ക്. അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കോഴ്സ് കണ്ടന്റ് ആണോ? യെസ്, എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ, ചോദിക്കാൻ വന്നിരുന്നു, പക്ഷെ മൈക്ക് അൺമ്യൂട്ട് ആയിരുന്നില്ല. എന്തെങ്കിലും പെട്ടെന്ന് ഡൗട്ട് വന്നപ്പോ പെട്ടെന്ന് ചോദിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു.
ഓക്കെ, അതായത് ഈ എഐക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ടൂൾസ് ആണ് എന്നൊക്കെയുള്ളതാണോ? യാ ഓക്കെ അതെ ഓക്കെ. ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ടൂൾസ് ചാറ്റ് GPT, ജെമിനി, ഈ 2 ടൂൾസും ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് എങ്ങനെ കമാൻഡ് കൊടുക്കാം, അതിന്റെ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമാൻഡ്സ് ഉണ്ടല്ലോ, കമാൻഡ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും, പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ ഈ ടൂളുകൾ, ഇപ്പോൾ ഇതൊക്കെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് ഡാലി 2. ഇത് വീഡിയോ ക്രിയേറ്റ് ചെയ്ത ടൂളാണ് DAD എന്ന് പറയുന്നത്, മിഡ് ജേണി എന്ന് പറയുന്ന ടൂള്. ഇതൊക്കെ നമുക്ക് വീഡിയോസ് വളരെ പെട്ടെന്ന് AI ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ സാധിക്കുന്ന ടൂളുകളാണ്. ഇതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ചെയ്യിപ്പിക്കും, ഓരോ ക്ലാസ്സുകളിലും ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ അതിന്റെ അസൈൻമെന്റ്സും തരും. അതേപോലെ തന്നെ ലെമൺ ലാബ്സ് എന്ന് പറയുന്നത് നമ്മുടെ വോയിസ് ജനറേറ്റ് ചെയ്യുന്ന ടൂളാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് AI വെച്ചിട്ട് വോയിസ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വോയിസ് ജനറേറ്റ് ചെയ്ത് തരും. അങ്ങനെയുള്ള ടൂളുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡുകൾ ക്രിയേറ്റ് ചെയ്യുക, കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ ആഡ് ക്രിയേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് ആഡുകൾ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ഒരു ഡിസൈനർ എപ്പോഴും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല, നല്ല ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ളത് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചു തരും. ഓക്കെ. അത് കൂടാതെ വരുന്ന ടൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഓൺലൈൻ മണി മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള AI ടൂളുകളും ടെക്നിക്കുകൾ. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ മണി മേക്കിംഗ് മെത്തേഡാണ്. അത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ യൂട്യൂബ് മാർക്കറ്റിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂട്യൂബിന് വേണ്ടിയിട്ട് എങ്ങനെ AI ഉപയോഗിക്കാം എന്നുള്ളത് വരുന്നുണ്ട്. പിന്നെ ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച ഒരു AI അവതാർ വീഡിയോ ഉണ്ടല്ലോ, അവതാർ വീഡിയോസ് നിർമ്മിക്കുന്നത് എങ്ങനെ, അങ്ങനെ നിരവധി ടൂളുകൾ ഇതിന്റെ ഭാഗമായിട്ട്. യൂട്യൂബ് വഴി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു മിനിറ്റ്, കേട്ടില്ല. യൂട്യൂബ് അതെ വഴി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. അതെ, ബിസിനസ് പ്രൊമോഷൻ എങ്ങനെ ചെയ്തെടുക്കാം. അതെ, ബിസിനസ് പ്രൊമോഷൻ ചെയ്യുന്ന എങ്ങനെ, ഈവൻ നമ്മുടെ ബിസിനസ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടന്റ് ബേസ് ചെയ്തിട്ട് വീഡിയോസ് നിർമ്മിച്ചിട്ട് അതിൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ യൂട്യൂബിൽ നിന്ന്. ഓക്കെ, അത് എങ്ങനെ ചെയ്തെടുക്കാം. അതെ, എങ്ങനെ ചെയ്തെടുക്കാന്നുള്ള അതിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് നിർമ്മിക്കണം. അതായത് ആദ്യം ഒരു ചാനൽ നിർമ്മിക്കണം. ചാനൽ നിർമ്മിച്ചിട്ട് അതിനകത്തേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. ആ വീഡിയോസിനകത്ത് റീച്ച് കിട്ടുന്നതനുസരിച്ചാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇൻകം ലഭിക്കുന്നത്. അതിന്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് 4000 വാച്ച് അവേഴ്സും അതേപോലെ തന്നെ 1000 സബ്സ്ക്രൈബറും ആയി കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇൻകത്തിലേക്ക് എത്തിച്ചേരുന്നത്. 1000 സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, അറിയാം. ഓക്കെ, ഓക്കെ എന്റെ 500 കഴിഞ്ഞു അതിനകത്തേക്ക്. അപ്പൊ ഞാൻ ചോദിച്ചതിനകത്തേക്ക് ഓക്കെ. ഇപ്പൊ ടോട്ടലായിട്ട് ഇത്രയും മെയിൻ പാർട്സ് ആണ് വരുന്നത്. അതെ അതെ അതെ. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, നമ്മുടെ ചില പാർട്ടിസിപ്പൻസ് പേയ്മെന്റ് അടച്ച മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ അവരുടെ പേരൊന്ന് വിളിക്കാം. അവർ പേര്, ഇമെയിൽ അഡ്രസ്, വാട്സ്ആപ്പ് നമ്പർ ഒന്ന് അയച്ചു കൊടുക്കുക. ഗൂഗിൾ പേയിലാണ് ചില പേയ്മെന്റ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, അലി സാറിന്റെ പേയ്മെന്റ് വന്നിട്ട് M, അശ്വിൻ, അത്തിക, പവി, അൽസൻ, ഹരിഹരൻ സാർ, ഇവരുടെയൊക്കെ പേയ്മെന്റ് ഗൂഗിൾ പേയിൽ വന്നിട്ടുണ്ട്. അതുപോലെ പേയ്മെന്റ് ലിങ്ക് വഴി അടച്ചവരും പേര്, ഇമെയിൽ അഡ്രസ്, വാട്സ്ആപ്പ് നമ്പർ അയച്ചു കൊടുക്കുക. ബാങ്ക് അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് അടച്ചവരും എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കുക ഡീറ്റെയിൽസ്. നമ്മുടെ വെബ്സൈറ്റ് വഴിയാണ് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ 14,500 പേ ചെയ്യേണ്ടി വരും. 14,500 ഓപ്ഷൻ മാത്രമേ നമ്മുടെ വെബ്സൈറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. digitalmagnetonline.com എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോഴ്സ് ഫീസ് 14,500 മാത്രമാണുള്ളത്. അവിടെ ഒരു 6,500 ഓഫർ ഇല്ല. അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എക്സിക്യൂട്ടീവ് വഴി ലഭിക്കുന്ന ഈ ഒരു വെബിനാർ സ്പെഷ്യൽ ഓഫറാണ്. ഓക്കെ, ഇവിടെ 14,500 പേയ്മെന്റ് ലിങ്ക് മാത്രമേ ഉള്ളൂ. ഇത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ 14,500 ഇവിടെ പേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഓഫർ കഴിഞ്ഞിട്ടുള്ള വർക്ക് ആക്ച്വലി 14,500 ആണ് പേ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചാറ്റ് വിൻഡോയിൽ ചോദിക്കാം. ഓക്കെ, സുമ, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. അൺമ്യൂട്ട് ചെയ്യാം. സുമ, ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ഈ പേഴ്സണൽ മെസ്സേജ് ആക്കി GPay നമ്പർ നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിരിക്കുന്നു. എനിക്ക് ബേസിക് നോളജ് ആണ് ഇത് പഠിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നത്. ബേസിക് നോളജ് ആണെങ്കിൽ ഇത് പഠിക്കാൻ സാധിക്കും.
കാരണം ഇത് ബേസിക്കിൽ നിന്ന് അഡ്വാൻസ്ഡിലേക്കാണ് പോകുന്നത്. കാരണം ഇതിനകത്ത് ബേസിക് മൊബൈൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാവുന്ന ആർക്കും ഇത് പഠിക്കാൻ സാധിക്കും. ഞാനിത് പറയാൻ കാര്യം നമ്മുടെ ഒരു പെയ്ഡ് പാർട്ടിസിപ്പന്റ് എന്നോട് പറഞ്ഞാൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ആമസോണിലൂടെ പ്രൊഡക്റ്റുകളൊക്കെ സെല് ചെയ്യുന്നുണ്ട്, എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ നിനക്കൊന്നും മനസ്സിലാവത്തില്ലെന്നും പറഞ്ഞ് ഓടിച്ചു വിട്ടെന്ന്. കാരണം നമ്മൾ ആരോടും അത് പറയാൻ പാടില്ല, എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. പിന്നെ ചിലർക്ക് ഒരല്പം സമയം കൂടുതൽ എടുക്കുമെന്ന് മാത്രം. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരാൾ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ പറഞ്ഞു കൊടുത്ത് അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുകയും ചെയ്യും, നമ്മുടെ അറിവും വർദ്ധിക്കുന്ന മനസ്സിനൊരു സന്തോഷം ലഭിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, കാരണം ഇതാർക്കും പഠിക്കാൻ പറ്റുന്ന സംഗതിയേ ഉള്ളൂ. കാരണം ഇതിനകത്ത് പ്രോഗ്രാമിങ്ങോ അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല. പിന്നെ നമുക്കൊരു അല്പം ക്ഷമ വേണം എന്നുള്ളത് മാത്രമാണ്. അശ്വിൻ ഹാൻഡ് റൈസ് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്യാം. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ചോദിച്ചോളൂ. സർ, നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് വേറെ ബിസിനസ്സിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്തൂടെ അല്ലേ? വേറെ തീർച്ചയായിട്ടും കമ്പനീസിനെ വേണ്ടി. തീർച്ചയായിട്ടും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതായത് മറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആഡുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും, പോസ്റ്റുകൾ നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കും, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് നിർമ്മിച്ചു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം, വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അതാണ് ആക്ച്വലി ഇതിനകത്ത് നല്ലൊരു വരുമാന മാർഗം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു ബിസിനസ് ഇല്ലെങ്കിൽ ആ രീതിയിൽ ഇതുവഴി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ അതിനെപ്പറ്റി ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന സംവിധാനം നമുക്ക് AI ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ കാതലായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്, ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ ടൂളുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സ്ലൈഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മൾ ആദ്യം ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ഒരു വർഷം നമുക്ക് എത്ര രൂപ ആ ഒരു സർവീസസുകളിലൂടെ നമുക്ക് നേടാൻ എന്നുള്ള ഒരു ടാർഗറ്റ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. മിഷൻ 36 lakhs. ഓക്കെ, ഒരു വർഷം ഒരു 36 ലക്ഷം രൂപ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിലൂടെ നേടണമെന്നുള്ള ഒരു ഫിഗർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കട്ടെ. 36 lakhs പെർ ഇയർ. അങ്ങനെയാണെങ്കിൽ ഒരു മാസം എത്ര രൂപ നമ്മൾ ഏൺ ചെയ്യേണ്ടി വരും? 3 ലക്ഷം രൂപ നമുക്ക് ഒരു മാസം ഏൺ ചെയ്യാൻ സാധിച്ചാൽ ഒരു വർഷത്തിൽ 36 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ സാധിക്കും. 12 ഗുണം 3 36. അങ്ങനെ ഒരു ഫിഗർ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫേസ്ബുക്ക് ആഡ്, ഇൻസ്റ്റാഗ്രാം ആഡ്സ്, ഞാനിപ്പോൾ ഇവിടെ കാണിച്ച ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതും പഠിക്കുക. ഡിസൈൻ ചെയ്യുന്നതും പഠിക്കുക. ഡിസൈൻ ചെയ്യുന്ന 2 ടൂൾ നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തു. ഒന്ന് ക്യാൻവ എന്ന് പറയുന്ന ടൂൾ, 2 ബിങ് ഇമേജ് ക്രിയേറ്റർ. ഈ 2 സംഗതികൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് മറ്റുള്ള കമ്പനികൾക്ക് വേണ്ടി ചെയ്ത് കൊടുത്തു തുടങ്ങാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യം, എങ്ങനെ നമുക്കൊരു ക്ലയന്റിനെ കണ്ടെത്താൻ സാധിക്കും? അതിനും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് കൊടുക്കുമ്പോൾ നമുക്ക് അതിലൂടെ എൻക്വയറീസ് വരും. അവരെ ക്ലോസ് ചെയ്താണ് നമ്മൾ കസ്റ്റമർ ആക്കേണ്ടത്. അപ്പോൾ ഒരു മാസം ഒരു 30,000 രൂപ പ്രോഫിറ്റ് ലഭിക്കുന്ന 10 ക്ലയൻസിനെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ തന്നെ 3 ലക്ഷം എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ ആദ്യത്തെ മാസം നമുക്ക് ഒരു ക്ലയന്റിനെ കിട്ടുമെന്നിരിക്കട്ടെ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മാസം ഒരു 2 ക്ലയന്റിനെയും കൂടെ കിട്ടി. അങ്ങനെ നമ്മൾ ക്രമേണ നമ്മൾ നമ്പർ ഓഫ് ക്ലയൻസിനെ വർദ്ധിപ്പിച്ചു പോവുകയാണെങ്കിൽ ഒരു 6 മാസം കൊണ്ട് ഒരു 10 ക്ലയൻസിനെ നമുക്ക് ഉറപ്പായിട്ടും കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു 10 ക്ലയൻസിനെ നമ്മൾ കണ്ടെത്തി അവർക്ക് ആ സർവീസസ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഫിഗറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതത്ര എളുപ്പമല്ല. നമ്മൾ സ്വാഭാവികമായിട്ടും കുറച്ച് വർക്ക് ചെയ്യേണ്ടി വരും, കുറച്ച് ടൂൾസ് പഠിക്കേണ്ടി വരും, കുറെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വെബ്സൈറ്റ് ക്രിയേഷനും കൂടെ ചെയ്തു കൊടുത്തു തുടങ്ങുക. ഇപ്പൊ ഞാനിവിടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൂൾ ഞാനിവിടെ കാണിച്ച് മിക്സോ ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞാൽ അതും ചെയ്തു കൊടുത്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ആ കസ്റ്റമറെ എങ്ങനെ കണ്ടെത്തണമെന്നും എങ്ങനെ നിലനിർത്തണമെന്നും ഒക്കെയുള്ള ചില റൂട്ട് മാപ്പുകളുണ്ട്. ആ കസ്റ്റമറിന് എത്ര രൂപ ചാർജ് ചെയ്യണം, ആ കസ്റ്റമറുമായിട്ട് എങ്ങനെയാണ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണം. ഡിജിറ്റൽ എക്സ്പ്ലോറേഷൻ, പുതിയ ചില ടൂൾസ് വരുന്നതൊക്കെ പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണം. അതേപോലെ തന്നെ വില്ലിംഗ് ടു സെർവ്, മറ്റുള്ളവരെ സെർവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും സക്സസ് സ്റ്റോറിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ കോഴ്സിന് ശേഷം സ്വന്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികൾ നടത്തുന്ന ചിലരെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ബിനോജ് ഷാക്കർ, അദ്ദേഹം ഒരു മാസം തന്നെ 5 ലക്ഷത്തിലധികം രൂപ ഇൻകം നേടുന്ന മേര ABT എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ് തിരുവനന്തപുരത്ത് റൺ ചെയ്യുന്നത്. ഇതേപോലെ വിവേക് ഫ്രം തൃശ്ശൂർ, ഡിജി മാക്സ് തൃശ്ശൂർ എന്ന സ്ഥാപനം നടത്തുന്നു. അപ്പൊ അദ്ദേഹം ഒറ്റയ്ക്കാണ് ആക്ച്വലി ആ വർക്കുകളൊക്കെ ചെയ്യുന്നത്. ഒരു മാസം 3 ലക്ഷത്തിലധികം രൂപ ഇൻകം അദ്ദേഹത്തിന് നേടുന്നുണ്ട്. മമത ഫ്രം തൃശ്ശൂർ, അതേപോലെ തന്നെ ശശികുമാർ സർ, അദ്ദേഹം സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പമാണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കുന്നത്. മിസ്റ്റർ പ്രമീഷ് ഫ്രം വൈക്കം, അതേപോലെ അർജുൻ
ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന് കിട്ടുന്ന സാലറിയേക്കാൾ കൂടുതൽ ഇപ്പം ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന വർക്കുകൾക്കാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇൻകം കിട്ടുന്നത്. കാരണം ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് എത്ര ക്ലയൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു അതിനനുസരിച്ച് നമുക്ക് ഇൻകം കിട്ടും. ഐഷ ഫ്രം പൊൻകുന്നം. ശശികുമാർ സാർ ഷൊർണൂറുള്ള അദ്ദേഹം ഒരു മാസം തന്നെ 2 ലക്ഷം രൂപ ഒരു ഏജൻസിക്ക് കൊടുത്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. അത് ഒഴിവാക്കിയിട്ട് സ്വന്തമായിട്ട് ഇപ്പം ആഡുകൾ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. കാരണം അദ്ദേഹത്തിന് 1 ലക്ഷത്തിലധികം രൂപ ഓരോ മാസവും സേവ് ചെയ്യാൻ സാധിക്കുന്നു. അഡ്വർടൈസിങ് ചാർജുകൾ ഒഴിവാക്കാൻ സാധിക്കുന്നു. ശ്രീജ മേഡം കൊല്ലത്താണ്. അവര് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഹെഡാണ്. നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത്. ജയദേവൻ അദ്ദേഹം തമിഴിനാണ്. മലയാളം അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തത്. അദ്ദേഹം പിന്നെ സ്വന്തമായിട്ട് ബിസിനസ്സും ഉണ്ട്. ആ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനും പിന്നെ സ്വന്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയും റൺ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മൾ അതിന് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ AI ടൂളുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ട്, ഈവൻ ഏജൻസി അല്ല, ഇപ്പോൾ ഒരു ഫ്രീലാൻസ് ആയിട്ട് ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ പോലും നല്ല ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും ക്ലയൻസ് വരികയാണെങ്കിൽ 1-2 സ്റ്റാഫിനെ കൂടെ ഒക്കെ റിക്രൂട്ട് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഓക്കെ അതേപോലെ നമ്മുടെ ടൈമർ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുന്നതായിരിക്കും. ഷില്ലാർ ഓക്കെ. ഷില്ലാർ ജോർജ് സാർ അൺമ്യൂട്ട് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സാർ നമ്മള് വീട് പണിത് കൊടുക്കുന്ന ഒരു ടീമാണ്, കൺസ്ട്രക്ഷന്റെ പരിപാടിയാണ് നമുക്ക്. അപ്പൊ ഇതിലിപ്പോ ഞാൻ കോഴ്സിൽ ഓൾറെഡി ഞാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നമ്മൾ തൃശ്ശൂരാണ്. തീർച്ചയായിട്ടും. അതായത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് ചെയ്ത് കൊടുക്കുന്നത്. കോൺട്രാക്ടിങ് കൈൻഡ് ഓഫ് വർക്ക് ആണോ ചെയ്യുന്നത്? അതായത് സ്ഥലം മേടിക്കുക, അതിന്റെ വീട് പണിയാൻ, എന്നിട്ട് കച്ചവടം വിൽക്കുക. ഓക്കെ, ഫിനിഷ് ചെയ്ത വീട് സെല്ല് ചെയ്യാണ് ചെയ്യുന്നത്. സെല്ല് ചെയ്യാണ്. ഓക്കെ, ഞാൻ അതിനുള്ള ഐഡിയ പറയാം. അതായത് ഞാൻ നേരത്തെ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചിരുന്നല്ലോ, ഇത്ര ലൊക്കേഷൻ നമുക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആഡ് കൊടുക്കാന്ന് പറഞ്ഞല്ലോ ഫേസ്ബുക്കില്. ആ രീതിയിൽ നമുക്ക് ആഡ് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് എത്ര കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അവിടെ നമ്മൾ ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള, ഇതിനു മുമ്പ് കംപ്ലീറ്റ് ചെയ്ത ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടിന്റെ ഫോട്ടോ വെച്ച് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമുക്ക് എൻക്വയറീസ് ലഭിക്കും. എൻക്വയറീസ് ലഭിക്കുന്നവരെ നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം അവിടെ പ്ലോട്ട് കൊണ്ടുവന്ന് കാണിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഫിനിഷ്ഡ് ആയിട്ടുള്ള വീടാണെങ്കിൽ ആ വീടിന്റെ ഫോട്ടോസ് തന്നെ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുത്ത് ഇൻട്രസ്റ്റ് വരുത്തി അവരെ നമ്മളെ സൈറ്റ് വിസിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ കസ്റ്റമേഴ്സിന്റെ പുതിയ ലീഡ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ കോഴ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്താൽ എനിക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവോ? അതെ, അത് ആക്ച്വലി അത് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു ഏജൻസി ഏൽപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 കുഴപ്പങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് അഡ്വർടൈസിങ് ഫീസ് എക്സ്ട്രാ ആയിട്ട് കൊടുക്കണം. ഇപ്പൊ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അടയ്ക്കുന്ന പൈസ കൂടാതെ ഒരു അഡ്വർടൈസിങ് ഫീസ് അവർക്ക് കൊടുത്തോണ്ടിരിക്കണമല്ലോ എല്ലാ മാസവും. അതാണ് ഒരു സംഗതി. രണ്ടാമത്തത്, ഈ കിട്ടുന്ന ലീഡ്സ്, ഇപ്പൊ നമുക്ക് അവരെ കൊണ്ട് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നു. കിട്ടുന്ന ലീഡ്സ് വേണമെങ്കിൽ വേറൊരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണമെങ്കിലും കൊടുത്തുകൂടെ അവർക്ക്? അതെ, അങ്ങനെയും ചിലര് ചെയ്യാറുണ്ട്. അപ്പൊ അതിന് പകരം ഇത് നമ്മൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും പേയ്മെന്റ് അടച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് പുതിയ ലീഡ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ആ രീതിയിൽ ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റും. അതിന്റെ ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഞാൻ ഈ പറഞ്ഞ AI ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണ് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം എല്ലാം ഉള്ളത്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് മെസ്സേജ് അയക്കുന്ന അവരുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടത്? ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പിൽ ആക്ച്വലി 14,500 ആണ് വരുന്നത്. ഓഫർ കഴിയാത്ത ഗ്രൂപ്പിൽ 6,500 നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾ അവർക്ക് ഇൻസ്റ്റാൾമെന്റ് എന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഇത് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാനുള്ള സംവിധാനം ചെയ്തു തരുന്നതായിരിക്കും. ഓഫർ കഴിയാത്ത ഗ്രൂപ്പിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻഫോം ചെയ്യുക. ഇൻഫോം ചെയ്ത് കഴിഞ്ഞ് പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സീറ്റ് അവിടെ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ചിലർ പേയ്മെന്റ് അടച്ച മെസ്സേജ് പോപ്പം വരുന്നുണ്ട്. അവർ പേര്, ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആക്സസ് ലഭിക്കുന്നതായിരിക്കും. ഷിജിനാർ സാറിന്റെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ ദ പേയ്മെന്റ്. ഓക്കെ, ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ മുഹമ്മദ് അസിൽ ഹാൻഡ് റൈസ് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം. ചോദിച്ചോളൂ. ഹലോ സാറേ. ചോദിച്ചോളൂ.
ഓക്കെ, ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതായത് ഡയറക്ട് സെൽ മാർക്കറ്റിംഗിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ അവരുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക, ബിസിനസ് ചെയ്യുക എന്നുള്ളതാണല്ലോ എൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ബട്ട് ഓക്കെ കസ്റ്റമേഴ്സ് ഡയറക്റ്റ് ഡീലിംഗ് ആണ്. അപ്പൊ എനിക്കത് കൂടുതൽ പ്രൊഡക്റ്റ് വിൽക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ അതിന് പറ്റിയ എന്തെങ്കിലും AI ടൂൾസ് കാര്യങ്ങളൊന്നും ഉണ്ടോ, അവൈലബിൾ ആണോ? ആക്ച്വലി ഈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് അവർക്ക് ആക്ച്വലി ആ പ്രോഡക്ട്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് ഷോപ്പ് ആയിട്ടുണ്ടോ, അല്ലാത്ത അങ്ങനെ ഒരു സൈറ്റ് ഒന്നും ഇല്ലേ അവർക്ക്? അവർക്ക് പേഴ്സണൽ സൈറ്റ് ഉണ്ട്. നമുക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഓർഡർ ചെയ്യാറും കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. ഓക്കെ അപ്പോൾ നമുക്ക് നമ്മൾ അതിന്റെ ഇടയിൽ ഈ കസ്റ്റമേഴ്സിന് ഒന്ന് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് നമുക്ക് വരുന്നത്. അതുപോലെ ഓക്കെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കസ്റ്റമേഴ്സ് അല്ല, ഈ എൻക്വയറീസ് ജനറേറ്റ് ചെയ്യുന്നത് അവർ തന്നെയാണോ, അതോ നിങ്ങൾ തന്നെ എൻക്വയറീസ് ജനറേറ്റ് ചെയ്യണോ? പുതിയ കസ്റ്റമർ നമ്മൾ കസ്റ്റമർ കണ്ടെത്തണം. അപ്പൊ ഫേസ്ബുക്ക് ആഡ് തന്നെ കൊടുക്കാം. അതായത് ഈ കസ്റ്റമറെ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവരെ നേരിട്ട് കാണാൻ പറ്റുന്ന ലൊക്കാലിറ്റി കൊടുക്കുക. ഇനി അതല്ല ഓവർ ദ ഫോൺ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഏതൊക്കെ സ്ഥലങ്ങളിലാണോ ഡെലിവറി ചെയ്യാൻ പറ്റുന്നത് ആ സ്ഥലങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് റൺ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നമുക്ക് എൻക്വയറീസ് കിട്ടുമല്ലോ. ഞാൻ നേരത്തെ കാണിച്ച പ്രകാരം നമുക്ക് ലൊക്കേഷൻ, ഏജ് ഗ്രൂപ്പ്, എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണം, അത് സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യണോ പുരുഷന്മാരെ ടാർഗറ്റ് ചെയ്യണോ, അവരുടെ എന്ത് ആക്ടിവിറ്റി വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യണം എന്നുള്ള ആ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻക്വയറീസ് ലഭിക്കും. അത് ഡയറക്റ്റ് വാട്സാപ്പിലേക്ക് വരുന്ന രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റുമല്ലോ. ആ രീതിയിൽ ഫേസ്ബുക്ക് ആഡ് ഞാൻ ചെയ്യാറുണ്ട്. ഫേസ്ബുക്ക് ആഡ് ബൂസ്റ്റ് പോസ്റ്റ് ആണോ ചെയ്യാറുള്ളത്? ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യാറുണ്ട്. ആക്ച്വലി ബൂസ്റ്റ് പോസ്റ്റിനേക്കാളും ബെറ്റർ റിസൾട്ട് കിട്ടുന്ന ഏരിയ ആണ് യഥാർത്ഥത്തിൽ ഈ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഗതി. ഈ ആഡ്സ് മാനേജർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഫേസ്ബുക്കിന്റെ ഹോം പേജിൽ കാണിച്ചല്ലോ. ഫേസ്ബുക്കിന്റെ ഹോം പേജ് എടുക്കുമ്പോൾ ഇടതുവശത്ത് ഇവിടെ ആഡ്സ് മാനേജർ എന്ന് പറയുന്നത് ഇതിൽ വന്നിട്ട് സെറ്റ് ചെയ്യുവാണെങ്കിൽ കോസ്റ്റ് കുറച്ച് കിട്ടും. അതുപോലെ തന്നെ കുറെ അധികം ടാർഗറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ കിട്ടും ഈ ആഡ്സ് മാനേജറിൽ വന്ന് ചെയ്യുകയാണെങ്കിൽ. ആഡ്സ് മാനേജറോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കോഴ്സിൽ ആഡ്സ് മാനേജർ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ. അതുപോലെ തന്നെ ചില പാർട്ടിസിപ്പൻസ് എന്നോട് ചോദിക്കാറുണ്ട്, ആക്ച്വലി ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ടൂളുകൾ വരുമ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനുള്ള ഒരു മറുപടി ഞാൻ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ ഇവിടെ പറയാം. 2 മിനിറ്റ് കൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യാം. അതായത് 2-3 വർഷം മുമ്പ് നടന്ന സംഗതിയാണ്. തലശ്ശേരിയിലുള്ള ഒരു വലിയ സ്റ്റുഡിയോയിൽ പോയി ക്ലാസ് എടുത്തതാണ്. ഈ ക്ലാസ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേ അതിന്റെ ഓണർ വിളിച്ചിട്ട് പറഞ്ഞു, ക്ലാസ് എനിക്ക് പ്രയോജനപ്പെട്ടു സാർ, ആ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ടൂൾ കാരണം എനിക്ക് 2 പേരെ ഒഴിവാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ കാരണം 2 പേരുടെ ജോലി നഷ്ടപ്പെട്ടു. ഞാൻ അവിടെ പറഞ്ഞൊരു ടൂളാണ് 2 പേരുടെ ജോലി നഷ്ടപ്പെടാൻ കാരണം. അത് കേട്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. കാരണം ഞാൻ ആ ടൂൾ പറയേണ്ടിയിരുന്നില്ലല്ലോ എന്ന് എനിക്ക് പിന്നെ തോന്നി. കാരണം 2 പേരുടെ ജോലി നഷ്ടപ്പെടാൻ കാരണമായ ആ ടൂൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഞാനിവിടെ 1 മിനിറ്റിലൊന്ന് അവതരിപ്പിക്കാം. അതായത് ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ഒരു ടൂളാണ് remove.bg എന്ന് പറയുന്ന ഒരു ടൂള്. ഓക്കെ, ഈ remove.bg എന്ന് പറയുന്ന ടൂൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയുള്ളൂ. www.remove.bg, അതായത് ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ remove.bg എന്ന് പറയുന്നത്. ഓക്കെ, അത് എത്ര പെട്ടെന്നാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ഒന്ന് കൊടുക്കാൻ പോകും. ഇതാണ് ആ സൈറ്റ് എന്ന് പറയുന്നത് remove.bg. റിമൂവ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഇമേജ് ഒരെണ്ണം ഡെസ്ക്ടോപ്പിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ ശ്രമിക്കുകയാണ്. ആ ഡെസ്ക്ടോപ്പിൽ നിന്ന് എടുക്കുന്ന ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സ്പോട്ടിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ഇമേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, രജനി അതിന്റെ ഈ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് ഫോട്ടോഷോപ്പ് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഈ കോർണറിലൂടെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് സമയമെടുത്ത് ഇതിന്റെ ഇടയ്ക്കുള്ള ഭാഗമൊക്കെ ഇങ്ങനെ വരച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊക്കെ ആയിരിക്കും റിമൂവ് ചെയ്യുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഇമേജ് നേരെ remove.bg ഒന്ന് അപ്ലോഡ് ചെയ്യുക. സ്പോട്ടിൽ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങ് റിമൂവ് ചെയ്ത് തരും. ഓക്കെ, അപ്ലോഡ് ഇമേജ് കൊടുക്കുകയാണ്. അപ്ലോഡ് ഇമേജിൽ ഞാൻ രജനീകാന്തിന്റെ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. സ്പോട്ടിൽ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവുന്നുണ്ട് നോക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഇപ്പം റിമൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് പോയി കഴിഞ്ഞു. ഒരു പഴത്തിന്റെ തൊലി ഇരിക്കുന്ന പോലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കഴിഞ്ഞു. ഇനി അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ ടൂള് കിട്ടിയപ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ആവശ്യം ഇല്ലാതായി. അതാണ് അവിടെ സംഭവിച്ചത്. 2 പേരെ ഒഴിവാക്കാൻ കാരണം അതാണ്. കാരണം നമുക്കറിയാം സ്റ്റുഡിയോകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന ഫോട്ടോകൾക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ വേണ്ടി ഇതേപോലെ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട്. ഓക്കെ, അതിന്റെ
ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ വളരെ കറക്റ്റായിട്ട് മുടിയുടെ ഭാഗമൊക്കെ വളരെ കറക്റ്റായിട്ട് കട്ടായി വന്നിരിക്കുന്നുണ്ടോ? ഇതാണ് AI ടൂളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ AI ടൂളുകൾ ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് ഒരു ഭീഷണിയാവാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ ഇതേപോലെയുള്ള ടൂളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. അതായത് രണ്ടുപേര് ചെയ്യുന്ന ജോലിയൊക്കെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാൻ സാധിക്കും ഇതുപോലെയുള്ള പല ടൂളുകളും ഉപയോഗിക്കുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ജോലിക്ക് ഒരു ഭീഷണിയാണ്. ഇനി ബിസിനസ്സിലാണെങ്കിൽ ഇത് തന്നെയാണ് സംഗതി. ഇപ്പം ബിസിനസ് എന്ന് പറയുന്നത് വളരെ കോമ്പറ്റീഷനുള്ള മത്സരമുള്ള ഒരു മേഖലയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ പല ടൂളുകളും ടെക്നിക്സുകളും അപ്ലൈ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഇതൊക്കെ അപ്ലൈ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കും, നമ്മൾ പിന്നിലായി പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ സംഗതികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. മറ്റ് ടോപ്പിക്കിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചിലർ മെസ്സേജ് അയക്കുന്നവർക്ക് ഒരു പേയ്മെന്റ് എറർ വന്നത്. പേയ്മെന്റ് എറർ വന്നവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ എക്സിക്യൂട്ടീവ്സിനെ ഇൻഫോം ചെയ്യുക. ഇൻഫോം ചെയ്താൽ അവർ ആ സീറ്റ് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് മറ്റു ചില ടൂളുകളിലേക്ക് കിടക്കാം. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ടൂളാണ് കാണിക്കാൻ പോകുന്നത്. DID എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വീഡിയോ നിർമ്മിക്കാം എന്ന് നോക്കാം. ഓക്കെ, DID എന്ന് പറയുന്ന ഒരു അടിപൊളി ടൂൾ ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ നിർമ്മിക്കുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. AI വീഡിയോ നിർമ്മാണം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. DID.com എന്ന് പറയുന്ന ടൂൾ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് ഫ്രീ ട്രയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ഓക്കെ, സ്റ്റാർട്ട് ഫ്രീ ട്രയൽ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഈ ഒരു വിൻഡോയിലേക്കായിരിക്കും. ഇവിടെ നമുക്ക് ക്രിയേറ്റ് എ വീഡിയോ ഓപ്ഷൻ കാണാൻ സാധിക്കും. ക്രിയേറ്റ് എ വീഡിയോ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വിൻഡോയിലേക്ക് വരും. ഇവിടെ നമുക്ക് അവതാറിനെ ചൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് അവതാറുകൾ ഇതേപോലെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു അവതാറിന് മെയിൽ ഓർ ഫീമെയിൽ നമുക്ക് ഇതേപോലെ ചൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഈ ഒരു അവതാറിനെ ചൂസ് ചെയ്യുന്നു. ഓക്കെ, ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവരെ കൊണ്ട് എന്ത് സംസാരിപ്പിക്കണം എന്നുള്ളതാണ് അടുത്ത സംഗതി എന്ന് പറയുന്നത്. ഓക്കെ, സംസാരിപ്പിക്കാൻ വേണ്ടി ഇവിടെ സ്ക്രിപ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ സ്ക്രിപ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്കിവിടെ സ്ക്രിപ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ സ്ക്രിപ്റ്റ് കൊടുക്കാൻ സാധിക്കും. എന്താണ് ഇനി ഭാഷ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഒരു മലയാളിയുടെ ശബ്ദമാണ് വേണ്ടതെങ്കിൽ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് മലയാളം കൊടുക്കുക. മലയാളിയുടെ ശബ്ദം നമുക്ക് ലഭിക്കും. പുരുഷന്മാരുടെ ശബ്ദമാണെന്നുണ്ടെങ്കിൽ മിഥുൻ എന്ന് പറയുന്നത് ചൂസ് ചെയ്യുക. സ്ത്രീകളുടെ ശബ്ദമാണെങ്കിൽ ശോഭന എന്ന് ചൂസ് ചെയ്യുക. ഞാൻ ഇവിടെ ശോഭന എന്ന് ചൂസ് ചെയ്തു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ജനറേറ്റ് വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കും. ഓക്കെ, ഇതുപോലത്തെ ഒരു ഔട്ട്പുട്ട് ഞാൻ ഇവിടെ കാണിക്കാം. ഇതേപോലെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടുകളിൽ ഒരെണ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇതേപോലെ ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു AI അവതാർ ആണ്. ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ ഉള്ള വീഡിയോകൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ഒരു പെയ്ഡ് മെമ്പേഴ്സ് ഉള്ള ഒരു പാർട്ടിസിപ്പന്റിന്റെ ഒരു വീഡിയോ ഞാനിവിടെ കാണിക്കാം. അദ്ദേഹം നിർമ്മിച്ചതാണ്. Welcome to the world of black galaxy granite at 7G. ഓക്കെ, 7G സ്റ്റോൺസ് എന്ന് പറയുന്ന ഒരു ഗ്രാനൈറ്റ് ആൻഡ് മാർബിൾ കമ്പനി അദ്ദേഹത്തിനുണ്ട്. കോയമ്പത്തൂരിലാണ് കമ്പനി ഉള്ളത്. മലയാളിയാണ്, പക്ഷെ കോയമ്പത്തൂരാണ് കമ്പനി ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫാക്ടറിയും ലോറിയൊക്കെയാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വെച്ചിരിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ടൂളിനകത്ത് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ടിൽ നമുക്ക് ഇതേപോലെ ഒരു അവതാറിനെ പിടിച്ചു നിർത്താൻ സാധിക്കും. അപ്പോൾ എന്ത് ഭാഷയിൽ സംസാരിക്കണോ എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അത് പ്രകാരമാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. ഓക്കെ, Welcome to the world of black galaxy granite at 7G Stone Exports. Dive into a world of possibilities with our extensive range of black galaxy granite varieties. നമ്മൾ ഇതേപോലെ പ്രൊമോഷണൽ വീഡിയോകൾ നിർമ്മിക്കണമെങ്കിൽ വലിയ പൈസ പല കമ്പനികൾക്കും കൊടുക്കേണ്ടി വരും, ഇതേപോലെ വീഡിയോകൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക്. അതേസമയം ഈ ടൂൾ ഉണ്ടെങ്കിലോ, ഈ ടൂളിനകത്ത് നമുക്ക് ആവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ട് വയ്ക്കാം, ഒരു അവതാറിനെ ചൂസ് ചെയ്യാം, എന്താണ് സംസാരിപ്പിക്കുന്നതെന്ന് കൊടുക്കാം, അത് തന്നെ സംസാരിച്ച് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതാണ്
എയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഈ ടൂൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. DID എന്നാണ് ഈ ടൂളിന്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മറ്റൊരു സംഗതി കാണാം. അതായത് എങ്ങനെയാണ് ആക്ച്വലി നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ അതിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. AI ഉപയോഗിച്ചുകൊണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് നമുക്ക് കാണാം. റെഡിയാണോ? ഓക്കെ, ഓക്കെ, റെഡിയാണ്. ഓക്കെ, എന്തുകൊണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റി നമ്മൾ ചിന്തിക്കണം എന്നുള്ളത് ഞാനൊന്ന് പറയാം. അതായത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു പാസീവ് ഇൻകം തരുന്ന ഒരു സംഗതിയാണ്. പാസീവ് ഇൻകം. ഇപ്പൊ നമ്മുടെ കൂടുതൽ പേരുടെയും ജീവിതത്തിൽ ആക്റ്റീവ് ഇൻകം ആയിരിക്കും ഉള്ളത്. ഒരു ജോലിക്ക് പോകുന്നു, ജോലിയിൽ നിന്ന് ശമ്പളം കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നു, ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ലോസ് ആയി പോകുന്നു. അപ്പൊ നമ്മൾ ആക്റ്റീവായിട്ട് ആരോഗ്യത്തോടെ ഇരുന്ന് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ഇൻകം വരുന്നതാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന സംവിധാനം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതിന് പാസീവ് ഇൻകം എന്ന് പറയാം. ഈ പാസീവ് ഇൻകം നമ്മൾ കണ്ടെത്തുന്നത് എന്തുകൊണ്ട് നല്ലതാണ്? കാരണം നമ്മുടെ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുകയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുകയോ ചെയ്യുകയാണെങ്കിൽ മുന്നോട്ട് പോകാൻ ഈ പാസീവ് ഇൻകം നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം ഉണ്ടാക്കാൻ ശ്രമിക്കുക, അതിൽ ചിലത് പാസീവ് ഇൻകം കൂടിയാക്കുക. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരുന്നത്. അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഞാനൊരു എക്സാമ്പിളിലൂടെ കാണിക്കണം എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളത്. നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിനകത്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. digitalmagnetonline.com എന്ന കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസും ഫീസും അതെല്ലാം കാണാൻ സാധിക്കും. പക്ഷെ അതിന്റെ തൊട്ടടുത്ത് ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സ് എന്നൊക്കെ പറയുന്ന പരസ്യം വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആമസോണിലേക്ക് പോവുകയും ആമസോണിൽ ഇരിക്കുന്ന 17 കോടി പ്രോഡക്റ്റിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്കൊരു കമ്മീഷൻ ലഭിക്കുകയും ചെയ്യും. ഇതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതേപോലെ അഫിലിയേറ്റ് ആകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആമസോണിന്റെ സൈറ്റിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും താഴേക്ക് വരുവാണെങ്കിൽ ഇവിടെ ബിക്കം ആൻ അഫിലിയേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് ഒരു അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഈ ബിക്കം ആൻ അഫിലിയേറ്റിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആമസോൺ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അവിടെയാണ് പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമുക്ക് കമ്മീഷൻസ് ലഭിക്കുന്നത്. അപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന അപ്രൂവൽ അനുസരിച്ച് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അതിലൂടെ ആരെങ്കിലും ഒക്കെ ക്ലിക്ക് ചെയ്ത് പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻകം വരുന്ന സംവിധാനമാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെയ്യാവുന്നതാണ്. ഇത് AI ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ കുറേയധികം ടോപ്പിക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ കണ്ടായിരുന്നു. ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ നമുക്ക് എത്ര ടൂൾസ് അറിയാമെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര നോളജ് ഉണ്ടെന്ന് പറഞ്ഞാലും അത് ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് അതിനകത്ത് നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുള്ളത് നമുക്കറിയാം. 1ാം ക്ലാസ് മുതലേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് അത് പ്രാക്ടിക്കലാക്കാം, ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതനുസരിച്ചാണ് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് വരാനുണ്ടായ കാരണം കൂടെ ഞാൻ ഒരു മിനിറ്റിൽ അവതരിപ്പിക്കാം. ആക്ച്വലി ഈ ഒരു ട്രെയിനിങ് മേഖലയ്ക്ക് 2016 ഞാൻ കടന്നു വരുന്നത്. അതിന് മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന് പ്രോഗ്രാം എഴുതുന്നത് അങ്ങനെയുള്ള ജോലിയായിരുന്നു. പക്ഷെ ഞാൻ ഈ മേഖല തിരഞ്ഞെടുക്കുക, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഈ മേഖല തിരഞ്ഞെടുക്കാൻ 3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ള മേഖലയാണെന്ന് ഞാൻ അന്നേ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് വന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും തിരഞ്ഞെടുത്തത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ജോലി നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ബോറടിക്കത്തില്ല. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണ് ഇതേപോലെ ക്ലാസ്സുകൾ എടുക്കുന്നതും ട്രെയിനിങ് കൊടുക്കുന്നതും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഗതിയാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുത്താൽ നമുക്ക് ജോലി ചെയ്യേണ്ടി വരത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 7-8 വർഷമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ക്ലാസ്സുകളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഈ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ വരുന്നതും ഇന്ററാക്ട് ചെയ്യുന്നതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് ടെക്നോളജി എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ കയ്യിൽ മാത്രം നിന്നാൽ പോരാ. ടെക്നോ പാർക്ക്, ടെക്കീസ് അല്ലെങ്കിൽ അഡ്വർടൈസിങ് കമ്പനികൾ അവരുടെ കയ്യിൽ മാത്രം നിന്നാൽ പോലെ ഇത് എല്ലാവരിലേക്ക് എത്തുകയും എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് അന്ന് തൊട്ടേ ഉണ്ട്. അതുകൊണ്ടാണ് പബ്ലിക് ട്രെയിനിങ്സ് അന്ന് തൊട്ടേ ആരംഭിച്ചത്. അതേപോലെ തന്നെ നമുക്ക് കോവിഡിന് ശേഷം ഇതേപോലെ സൗജന്യ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് നടത്തുന്നതിന്റെ ഉദ്ദേശവും ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തുകയും അവർക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പൊ ഈ ക്ലാസ്സിൽ പങ്കെടുത്തതിന് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തൽക്കാലം നമുക്ക് ക്ലോസിംഗിലേക്ക് വരാം. അതേപോലെ മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരെനിക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതിന്റെ ആൻസർ ഞാൻ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ പെയ്ഡ് ബാച്ചിലേക്ക് വരാൻ താല്പര്യമുള്ളവർ
എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിനെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. താങ്ക്സ് എ ലോട്ട്. ഒക്കെ നിരവധി പേര് ചാറ്റ് വിൻഡോയിൽ കമന്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് താങ്ക് യു ഫോർ അറ്റൻഡിങ് ടുഡേസ് സെഷൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. താങ്ക് യു ആൾ. താങ്ക് യു.